Dear students, welcome to our live class. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JEE Main 2024 സെക്ഷൻ 2 ഏപ്രിൽ 8 നടത്തിയ ക്വസ്റ്റ്യൻ എക്സാമിൻ്റെ ഈവനിങ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഏപ്രിൽ 8 ഈവനിങ്ങിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു വെർനിയർ കാലിപ്പർ ഉണ്ട്, അവൻ്റെ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1/20 N എന്നാണ് പറയുക, അത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നമ്മൾ നോട്ട് ചെയ്യുവാണ്. ദ വാല്യൂ ഓഫ് 1 ഡിവിഷൻ ഓൺ ദി മെയിൻ സ്കെയിൽ ഈസ്, മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷൻ, അതായത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 MSD എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 സെൻറ്റിമീറ്റർ എന്ന് പറയാം. മുകളിൽ ലീസ്റ്റ് കൗണ്ട് സെൻറ്റിമീറ്റർ തന്നേക്കുന്നതുകൊണ്ട് ഞാൻ 1 MSD സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. Then the number of divisions of main scale that coincides with n division of Vernier scale. അങ്ങനെയാണെങ്കിൽ മെയിൻ സ്കെയിലിലെ the number of divisions of main scale that coincides with the n divisions of Vernier scale. അപ്പം നമുക്കിങ്ങനെ പറയാം, let nth division of main scale coincides with nth division of Vernier scale. nth division of Vernier scale. അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെ nth ഡിവിഷനും മെയിൻ സ്കെയിലിൻ്റെ mth ഡിവിഷനും കൂടിയാണ് കോയിൻസൈഡ് ചെയ്തത് എന്ന് കരുതുക. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? എം മെയിൻ സ്കെയിൽ ഡിവിഷൻ MSD, എം മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു n വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ലല്ലോ. യെസ്, അങ്ങനെ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ m/n മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയാം. മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയാം, ശരിയല്ലേ? ദാറ്റ് ഈസ് m/n ഇൻറ്റു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/10 സെൻറ്റിമീറ്റർ ആണല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 VSD കിട്ടി, അതുപോലെ 1 MSD കിട്ടി. ലീസ്റ്റ് കൗണ്ടിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. ഇതാണല്ലോ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഫോർമുല. 1 MSD നമുക്ക് എത്രയാ? 1/10 സെൻറ്റിമീറ്റർ ആണല്ലേ. മൈനസ് 1 VSD എത്രയാ? 1/10 ഇൻറ്റു m/n എന്നാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് എത്രയാ? 1/20 N സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത് അല്ലേ. 1/20 N എന്നാണ് വരിക. നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ മതി. രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് ഞാൻ 10 ക്യാൻസൽ കളയണേ. സോ 1/2 N ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്താ വരിക? m/n എന്ന് വരും, ശരിയാണല്ലോ. ഓക്കെ, നമുക്ക് n ആണ് വേണ്ടത്. സോ n അല്ല, n അല്ലല്ലോ, m ആണ് വേണം അല്ലേ. m ആണ് വേണ്ടത്, അതായത് മെയിൻ സ്കെയിലിലെ എത്രാമത്തെ ഡിവിഷനാണ് വെർനിയർ സ്കെയിലിലെ nth ഡിവിഷനുമായിട്ട് കോൺസിഡർ ചെയ്യുന്ന വേണ്ടത്? m-ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, m/n ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ 1 മൈനസ് 1/2n എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n മൈനസ് 1/2n എന്ന് വരും, ശരിയല്ലേ? സോ ഇവിടുന്ന് ഒരു എന്നും ഇവിടുന്ന് ഒരു എന്നൂടെ ക്യാൻസൽ ആയി പോയി. സോ നമുക്ക് m എന്ന് പറഞ്ഞാൽ എത്രയാ? 2n മൈനസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലേ. 2n മൈനസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ അതിന് ആൻസർ എല്ലാം കിടപ്പുണ്ടോ നോക്കിക്കേ. 2n മൈനസ് 1/2 അല്ലേ. 2n മൈനസ് 1/2 എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. A thin circular disk of mass capital M and a radius capital R is rotating in a horizontal plane about an axis passing through its center and perpendicular to its plane with an angular velocity omega. അപ്പോൾ ആരുണ്ട്? ഒരു തിൻ സർക്കുലർ ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഒരു തിൻ സർക്കുലർ ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഈ സർക്കുലർ ഡിസ്ക് ഇങ്ങനെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുക അല്ലേ. ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ഈ തിൻ സർക്കുലർ ഡിസ്കിൻ്റെ മാസ് m ആണ്, റേഡിയസ് ക്യാപിറ്റൽ ആണ്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നു. ഇനി ഇഫ് അനദർ ഡിസ്ക് ഓഫ് സെയിം ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോണേ, റേഡിയസ് സെയിം ആയിരിക്കും, ബട്ട് ഓഫ് മാസ് m/2 ഈസ് പ്ലേസ്ഡ് ജെന്റ്ലി ഓൺ ദി ഫസ്റ്റ് ഡിസ്ക് കൊയാക്സിലി. അപ്പം വേറെ ഒരു ഡിസ്ക് എടുത്ത് നമ്മൾ കൊയാക്സിലായിട്ട് എന്ന് വെച്ചാൽ സെയിം ആക്സിസ് വരത്തക്ക രീതിയിൽ ഇതിലേക്ക് അങ്ങ് വെക്കുക. കറക്റ്റ് ഫിറ്റ് ആയിരിക്കുന്ന രീതി. ഡയമെൻഷൻ സെയിം ആണ് എന്ന് പറയുമ്പോൾ ഓർക്കണം, സൈസ് സെയിമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കും കൂടി എടുത്ത് വെച്ചു. പക്ഷേ പുതിയതായിട്ട് വെച്ച ഡിസ്കിൻ്റെ മാസ് കുറവാണ്, m/2 ഉള്ളൂ. പക്ഷേ റേഡിയസ് കറക്റ്റ്. അപ്പോൾ അതിലേക്ക് കറക്റ്റ് ഫിറ്റായി വരത്തക്ക രീതിയിൽ ഞാൻ എടുത്ത് വെച്ചു.
ഓക്കെ, ഇനി ദെൻ ന്യൂ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പുതിയ ഒരു ഡിസ്ക് എടുത്ത് അതിന് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ എന്തായിരിക്കും പുതിയ ആംഗുലാർ വെലോസിറ്റി? ഒമേഗ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മൾ പുതിയ ഒരു ഡിസ്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ആകെ മാറുന്നത് ഈ ഡിസ്കിൻ്റെ മാസ് മാത്രമാണ് അല്ലേ. അപ്പോൾ ഡിസ്കിൻ്റെ പുതിയ മാസ് എം ഡാഷ് എന്ന് പറഞ്ഞാൽ ആദ്യം എം ഉണ്ടായിരുന്നു, പിന്നെ ഒരു m/2 കൂടെ വന്നു അല്ലേ. സോ ഇറ്റ് ഈസ് 3m/2 ആയി മാറി അല്ലേ. 3m/2 ആയി മാറി. നിങ്ങൾ ഇനി കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അപ്ലൈ ചെയ്തേ. ബൈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആംഗുലാർ മൊമെൻറ്റം ശരിയല്ലേ. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം എന്നെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിസ്ക് എടുത്ത് വെച്ചതിൻ്റെ ഭാഗമായിട്ട് പുതിയ ടോർക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കണം. ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? I ഒമേഗ എന്നത് അല്ലേ. I1 ω1 വിച്ച് ഈസ് ഈക്വൽ ടു I2 ω2. കറക്റ്റാണേ. I എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആണ്. m/r²/2 ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഇൻറ്റു ഒമേഗ. ഇവിടെ വരുമ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 3m/2 ഇൻറ്റു r²/2 ഇൻറ്റു ഒമേഗ ഡാഷ് എന്ന് എഴുതാം. ശരിയല്ലേ. അപ്പോൾ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? mr² പോയി, 2ഉം 2 കൂടെ പോയി. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഒമേഗ ഡാഷ് എന്ന് വരും. സോ ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു 2ω/3 എന്ന് വരും അല്ലേ. 2ω/3 എന്ന് വരും. സോ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ 1 ആണ് അല്ലേ. 2ω/3. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. There are 100 divisions on the circular scale of a screw gauge of pitch 1 millimeter. നമുക്കിത് സ്ക്രൂ ഗേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സ്ക്രൂ ഗേജിനാണ്. അപ്പം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എത്രയാണ് ഇനീഷ്യലി തന്നിട്ടുണ്ട്. പിച്ച് ഓഫ് സ്ക്രൂ ഗേജ് ഈസ് ഈക്വൽ ടു 1 millimeter. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ പിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി സ്ക്രൂ ഗേജിനകത്ത് ഹെഡ് സ്കെയിൽ അല്ലെങ്കിൽ സർക്കുലർ സ്കെയിലിനകത്ത് എത്ര ഡിവിഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 100 ഡിവിഷൻസ് ഉണ്ട് സർക്കുലർ സ്കെയിലിൽ. അതും പറഞ്ഞു. With no measuring quantity in between the jaws, 0 of the circular scale lies 5 divisions below the reference line എന്നാണ് പറയുക. അപ്പോൾ അതായത് നമുക്കിത് സർക്കുലർ സ്കെയിൽ ഇതാണെന്ന് എഴുതുക. സർക്കുലർ സ്കെയിൽ ഇതാണെന്ന് എഴുതുക. ഇത് സർക്കുലർ സ്കെയിലിലെ റെഫറൻസ് പോയിന്റ്. ഓക്കെ, നമ്മൾ ശരിക്കും എന്താ ഇപ്പോൾ പറയുക, റെഫറൻസ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ റെഫറൻസ് ലൈൻ ആണെങ്കിൽ സർക്കുലർ സ്കെയിലിലെ 5 പോയിന്റ് താഴെയാണെന്നാണ് പറയുക. 5 പോയിന്റ് താഴെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എറർ പോസിറ്റീവ് എററാണ്. ഓക്കെ, അതായത് ഇൻ ബിറ്റ്വീൻ ജോയിക്കിടയ്ക്ക് നമ്മളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ 0 ഇങ്ങനെ വന്ന് ഈ റെഫറൻസ് ലൈനിലേക്ക് മുട്ടി നിൽക്കേണ്ടതാണ്. അപ്പോൾ അവിടം വരെ എത്തിയിട്ടില്ല. അപ്പോൾ 0 കുറച്ച്, അതായത് നമുക്ക് കുറച്ച് അഡ്വാൻസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എറർ എന്താണ്? പോസിറ്റീവ് എററാണെന്ന് പറയാം. അതായത് പോസിറ്റീവ് എററാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? യെസ്. അപ്പം എറർ 0 എറർ പോസിറ്റീവ് ആണ് അല്ലേ. 0 എറർ ഈക്വൽ ടു പോസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഒരു കൂടി ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മുടെ 0 എന്ന് പറയുന്നത് അവിടം വരെ എത്തിയിട്ടില്ല. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ പറയുക, കുറച്ച് മുന്നിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ സ്കെയില് ഇവിടെ കൊണ്ടുപോയി, സ്കെയിലിൻ്റെ 0 അവിടെ കൊണ്ടുപോയി വെക്കണം. സ്കെയിലിൻ്റെ 0 ഓൾറെഡി കുറച്ച് മുന്നിലാണ് വെച്ചേക്കുന്നത്. സ്കെയിലിൻ്റെ 0 നമ്മൾ റീഡിങ് തുടങ്ങുന്നിടത്ത് നിന്ന് കുറച്ച് മുന്നിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എറർ എന്താ പറയുക, ഒരു കൂടിയ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എറർ പോസിറ്റീവാണ് അല്ലേ. 0, അപ്പോൾ 0 കറക്ഷൻ വരുമ്പം മൈനസ് എടുക്കണം. അത്രേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോൾ നമ്മളിത് പുറയിലായി പോകുമായിരുന്നെങ്കിൽ നമുക്കറിയാം സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് വീണ്ടും പുറകോട്ട് പോയി, അപ്പോൾ റീഡിങ് കുറഞ്ഞു പോയിനെ എന്ന് പറയാമായിരുന്നു അല്ലേ. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് 0 എറർ പോസിറ്റീവ് എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് 5 ഡിവിഷൻസ് ആണ് വ്യത്യാസമുള്ളത്. അപ്പോൾ 5 ഡിവിഷൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ 0 എറർ എന്ന് പറയുന്നത് 5 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എടുക്കാം. 5 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എടുത്താൽ 0 എറർ കിട്ടും. ഓക്കെ, ഇനി ദ ഡയമീറ്റർ ഓഫ് ദി വയർ ഈസ് ദെൻ മെഷേർഡ് യൂസിങ് ദി സ്ക്രൂ ഗേജ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യണം. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 4 ലീനിയർ സ്കെയിൽ ഡിവിഷൻസ് ആർ ക്ലിയർലി വിസിബിൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിംഗ്, ലീനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് പിച്ച് സ്കെയിൽ റീഡിങ് അത് 4 millimeter ആണ്. കാരണം പിച്ച് സ്കെയിലിലെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് സാധാരണ കേസുകളിൽ 1 millimeter ആണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 1 millimeter എന്ന് എടുക്കുവാണ് പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 4 millimeter വരും. പിന്നെ ആ സമയത്ത് സർക്കുലർ സ്കെയിൽ റീഡിംഗ് CSR അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ റീഡിംഗ് HSR എന്ന് പറയുന്നത് 60 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി വയർ, അതായത് ഫൈനൽ റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫൈനൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? PSR പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ് CSR ഇൻറ്റു, അതായത് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് പ്ലസ് 0 കറക്ഷൻ എന്നാണ് വേണ്ടത് അല്ലേ. 0 കറക്ഷൻ. ഓക്കെ,
അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിൽ എന്നാണ് അല്ലേ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് എത്ര 1 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് 100. അപ്പം 0.01 മില്ലിമീറ്റർ 0.01 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിച്ച് സ്കെയിൽ റീഡിങ് 4 മില്ലിമീറ്റർ പ്ലസ് CSR എന്ന് പറയുന്നത് 60 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് 0.01 മില്ലിമീറ്റർ. ഓക്കെ, ഇനി പ്ലസ് സീറോ കറക്ഷൻ നെഗറ്റീവ് വേണമെന്ന് പറഞ്ഞു, കാരണം നമ്മുടെ എറർ പോസിറ്റീവാണ്. ഓൾറെഡി സ്കെയിൽ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, സ്കെയിലിൻ്റെ 0 നമുക്ക് റെഫറൻസ് ലൈനിൽ കൊണ്ടുപോയി വെക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടുള്ളൂ. ഈ 0 ഇപ്പോൾ ഓൾറെഡി കുറച്ച് മുന്നിലാണ് വെച്ചിരിക്കുന്നത്, അതായത് സ്കെയിൽ നമ്മൾ വെക്കേണ്ടതെന്ന് കുറച്ച് മുന്നോട്ട് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റീഡിങ് ഉറപ്പായിട്ടും കൂടുതലേ കിട്ടുള്ളൂ. സ്കെയിൽ പുറകോട്ട് ഇറക്കി വരുന്ന റീഡിങ് കുറഞ്ഞു പോയിനെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി അപ്പോൾ ഏതായാലും നമുക്ക് 0 എറർ അല്ലെങ്കിൽ 0 കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്. 0 കറക്ഷൻ നെഗറ്റീവാണ്. അപ്പോൾ അത് എത്രയാണെന്ന് എഴുതുക 5 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അല്ലേ. 5 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അഗെയിൻ 0.01 മില്ലിമീറ്റർ എന്ന് വരും. ഓക്കെ, സോ ഇത് 4 മില്ലിമീറ്റർ. ഓക്കെ, ഇത് എത്രയാണ് വരിക പ്ലസ് 0.6 മില്ലിമീറ്റർ. ഓക്കെ, മൈനസ് എത്ര വരും -0.05 മില്ലിമീറ്റർ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 4.60 മില്ലിമീറ്റർ -0.05 മില്ലിമീറ്റർ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.55 മില്ലിമീറ്റർ എന്ന് വരില്ലേ. 4.55 മില്ലിമീറ്റർ എന്ന് വരും. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരിക. എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് കരുതുവാണ് കേട്ടോ. ഓക്കെ, 34ാമത്തെ ക്വസ്റ്റിനേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 34. If epsilon 0 is the permittivity of free space and capital E is the electric field, then epsilon 0 E square has the dimensions of, നമ്മൾ അത്രയൊക്കെ കാണുമ്പോഴേ ഈ എപ്സിലോൺ 0യുടെയും ഈയുടെയൊക്കെ ഡയമെൻഷൻ എഴുതിക്കൊണ്ടിരുന്ന സമയം പോകുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്താണ്, നിങ്ങൾക്കറിയാം എനർജി ഡെൻസിറ്റി, അതായത് എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി ഡെൻസിറ്റി ഓർ എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ടോ? അതായത് എനർജി ഡെൻസിറ്റി ഓർ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ ഇലക്ട്രിക് ഫീൽഡ്, അത് കപ്പാസിറ്ററിൻ്റെ കേസിലൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ എനർജി ബൈ വി എന്നെടുക്കുക അല്ലേ. സ്മോൾ ലെറ്റർ യു എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ എന്ന് നമ്മൾ പഠിക്കുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എപ്സിലോൺ 0 E സ്ക്വയറിൻ്റെ ഡയമെൻഷൻ മതി, ഹാഫിൻ്റെ ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡൈമെൻഷൻ ഓഫ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എന്താ പറയുക ഡൈമെൻഷൻ ഓഫ് എപ്സിലോൺ 0 E സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഹാഫിൻ്റെ ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പം ഇവൻ്റെ ഡയമെൻഷൻ തന്നെയാണ് എപ്സിലോൺ 0 E സ്ക്വയറിന്. ഇവൻ്റെ ഡയമെൻഷൻ തന്നെയാണ് എപ്സിലോൺ 0 E സ്ക്വയറിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 E സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എടുക്കാൻ പറഞ്ഞാൽ ആരുടെ എടുത്താൽ മതി, എനർജി ഡെൻസിറ്റിയുടെ എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ എനർജി ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻ എടുത്താൽ മതി. ഓക്കെ, എനർജിയുടെ ഡയമെൻഷൻ പറഞ്ഞ് ml² T⁻² ബൈ വോളിയം എത്ര L3. ഓക്കെ, L² പോയി, പിന്നെ എത്ര ml⁻1 T⁻². ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിക്കേ. ml⁻1 T⁻². ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുവാണേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 35ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 35. A coil of negligible resistance is connected in series with a 90 ohm resistor across 120 volt and 60 hertz supply. അപ്പോൾ നോക്കാം, കോയിൽ ഓഫ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. കോയിൽ മീൻസ് ഒരു ഇൻഡക്ടർ കോയിലാണ്, അതിന് റെസിസ്റ്റൻസ് ഇല്ല, അപ്പോൾ ഐഡിയൽ കോയിലാണ്. കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 90 ohm റെസിസ്റ്റർ. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ കോയിൽ. ഇവൻ്റെ സീരീസ് ആയിട്ട് ആരുണ്ട്, ഒരു റെസിസ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ആരുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഒരു AC സോഴ്സ് ഉണ്ട്. എങ്ങനെ AC സോഴ്സ് ആണെന്ന് മനസ്സിലായത്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു AC സോഴ്സ് ആണ്. AC-യുടെ RMS വോൾട്ടേജ് ആണ് 120 വോൾട്ട് എന്ന് തന്നേക്കുന്നത്. ഓക്കെ, ഇനി ദ വോൾട്ട് മീറ്റർ റീഡ്സ് 36 വോൾട്ട് അക്രോസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ വെക്കുവാണെങ്കിൽ ഈ വോൾട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 36 വോൾട്ട് ആയിരിക്കും. ദെൻ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ, ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നിസ്സാരമായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവർ സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും അല്ലേ, ഇത് ഇങ്ങനെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ആ കറണ്ട് ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഐഡിയ എത്രയേ ഉള്ളൂ, വി ആർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 36 ആണ്. അത് സർക്യൂട്ടിലുള്ള RMS കറണ്ട്, സർക്യൂട്ടിലുള്ള RMS കറണ്ട് ഇൻറ്റു എന്താ പറയുക,
നമ്മുടെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ IRMS ഇൻറ്റു R എടുത്തു കഴിഞ്ഞാൽ 36 കിട്ടണം, ശരിയല്ലേ? അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക എന്ന് പറഞ്ഞാൽ 36 ബൈ റെസിസ്റ്റൻസ് 90 എന്ന് വരും അല്ലേ? 36 ബൈ 90 എന്ന് വരും. അപ്പോൾ ഇതാണ് IRMSൻ്റെ വാല്യൂ. ഇതിങ്ങനെ നിൽക്കട്ടെ, നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ കണ്ടുപിടിക്കാം. ഇതാണ് IRMSൻ്റെ വാല്യൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്ത മൊത്തം വോൾട്ട് 120 അല്ലേ? അപ്പോൾ ഇൻഡക്ടറിന് അക്രോസ് എത്ര വോൾട്ടേജ് ആണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണുള്ളത്. ഓക്കെ, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പിള്ളേരെ? √VR² പ്ലസ് VL² എന്നെടുക്കാം. VR റെസിസ്റ്ററിന് അക്രോസ് ഉള്ളത്, VL ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ളത്, V എന്ന് പറയുന്നത് നെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. ഇതിനകത്ത് VL എന്ന് എഴുതുവാണെങ്കിൽ √V² മൈനസ് VR² എന്നെടുക്കാം, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു V² നമ്മുടെ ഉണ്ടല്ലോ 120 സ്ക്വയർ മൈനസ് VR² എത്രയുണ്ട്? 36 ഓക്കെ. ഇവന്മാരെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ഇവനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VLൻ്റെ വാല്യൂ കിട്ടും കേട്ടോ. ഇത് A² പ്ലസ് B², അതായത് A² മൈനസ് B² ആണ്. A പ്ലസ് B ഇൻറ്റു A മൈനസ് B എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് VLൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, VLൻ്റെ വാല്യൂ കിട്ടും, അത്ര ഓർത്താൽ മതി. ഓക്കെ, VLൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ VL കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റിൽ നമുക്ക് പറയാം വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയാം, ശരിയല്ലേ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയാം. സോ VL ക്യാൻ ബി റിട്ടൺ ആസ് I ഇൻറ്റു XL മീൻസ് ഒമേഗ ഇൻറ്റു L എന്ന് എഴുതാം, ശരിയല്ലേ? ഓക്കെ, സോ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ L എത്ര എന്നാണ് അല്ലേ? സോ VL ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു I എന്നെടുക്കാം. ഓക്കെ, സോ VL ഡിവൈഡ് ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു F എന്നെടുക്കാം. നമുക്ക് ഫ്രീക്വൻസി 60 ഹെർട്സ് എന്നാണ് തന്നിരിക്കുന്നത്. 2π ഇൻറ്റു F ഇൻറ്റു I എന്നെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കുക, റീഡിംഗ് അറിയാം. VLൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ടാവും. VLൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക 2π. ഓക്കെ, അതുപോലെ F എത്ര? 60 ആണ്. കറണ്ട് എത്ര? 36 ബൈ 90. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് Lൻ്റെ വാല്യൂ കിട്ടും 0.76 ഹെൻറി എന്നാണ് ആൻസർ വരിക കേട്ടോ. 0.76 ഹെൻറി. ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, 35th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ? 36ാമത്തെ ക്വസ്റ്റിലേക്ക് പോകണേ. ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഈസ്. അപ്പോൾ 3 ലെൻസുകളുണ്ട്. ഓക്കെ, ഇത് കോൺവെക്സ് ലെൻസ്, ഇതെന്താ കോൺകേവ് ലെൻസ്, വീണ്ടും ഒരു കോൺവെക്സ് ലെൻസ് അല്ലേ? 3 ലെൻസുകളുണ്ട്. ഈ 3 ലെൻസുകളുടെയും കോമ്പിനേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫൈനൽ ഇമേജിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. നോക്കുക, ഇവൻ്റെ ഫോക്കൽ ലെന്ത് 10 ആണ്, ഇവൻ്റെ ഫോക്കൽ ലെന്ത് -10 ആണ്, ഇവൻ്റെ ഫോക്കൽ ലെന്ത് 30 ആണ്. ഓക്കെ, ഫോക്കൽ ലെന്തിൻ്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ലെൻസ് എടുക്കാം. ഈ ലെൻസ് ഫസ്റ്റ് ലെൻസ്, ഇത് സെക്കൻഡ് ലെൻസ്, ഇത് തേർഡ് ലെൻസ്. ഓക്കെ, ഫോർ ഫസ്റ്റ് ലെൻസ് ഫോർ L1 കേസിൽ നമുക്ക് ലെൻസ് ഫോർമുല എഴുതുവാണെങ്കിൽ 1/V മൈനസ് 1/U ഇസ് ഈക്വൽ ടു 1/F. ഓക്കെ, ദാറ്റ് ഈസ് 1/V. അതായത് ഫസ്റ്റ് എന്താണ് ഈ ലെൻസ് കാരണം ഉണ്ടാകുന്ന ഇമേജ് എവിടെ വരും നോക്കാം. 1/V എന്ന് പറയുമ്പോൾ ഓർക്കുക, നമുക്ക് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ U എന്ന് പറയുന്നത് -30 ആണ് അല്ലേ? U എന്ന് പറയുന്നത് സൈൻ കൺവെൻഷൻ അനുസരിച്ച് -30 വരും. F കോൺകേവ് ആണ്, അപ്പോൾ പോസിറ്റീവ് ആണ് വരിക. അപ്പോൾ നോക്കുക 1/U പ്ലസ് 1/F എന്ന് വരും. ദാറ്റ് ഈസ് 1/U 1/-30. ഓക്കെ, പ്ലസ് 1/10 എന്ന് വരും അല്ലേ? 1/-30 പ്ലസ് 1/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3/. ഓക്കെ, ഞാൻ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് മുകളിലും താഴെ ഒരു -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെ -3 വെച്ച് മൾട്ടിപ്ലൈ അല്ലേ? ഇത് -3 ഡിവൈഡ് ബൈ താഴെ എത്ര വരിക? -30 എന്ന് വരും അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡ് ബൈ -30 എന്ന് വരും. സോ 1/V ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/15 എന്ന് വരും അല്ലേ? 1/15 ഓർ V ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ എന്ന് വരും. 15 സെൻറ്റിമീറ്റർ പോസിറ്റീവായിട്ട് അല്ലേ? 15 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇമേജിൻ്റെ ലൊക്കേഷൻ വരിക. അപ്പോൾ ഇവിടെ വരെയുള്ള ദൂരം എത്ര? 10. അതിന് ശേഷം എത്ര? ഒരു 10 കൂടെ വരും അല്ലേ? ഓക്കെ, അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടുന്ന് 15 സെൻറ്റിമീറ്റർ പോകണം അല്ലേ? 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടം വരെ ഒരു 5 ഉണ്ട്, പിന്നെ ഒരു 10 കൂടെ പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 10 കൂടെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എവിടെ വരിക? ഒരു 10 സെൻറ്റിമീറ്ററോടെ ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഫോക്കൽ ലെങ്തിൽ വരും അല്ലേ? കാരണം ഇവൻ്റെ ഫോക്കൽ ലെങ്ത് 10 ആണ്. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററോടെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഫോക്കൽ ലെങ്തിൽ വരും. ഓക്കെ, ഇവൻ്റെ ഫോക്കൽ ലെങ്തിലാണ് ആര് വരിക? ഇവൻ്റെ ഫോക്കൽ ലെങ്തിൽ, രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൽ വരും അല്ലേ? ഇമേജ് വരും. ഓക്കെ, ദെയർഫോർ ഇമേജ് ഓഫ് ഫസ്റ്റ്
അല്ലെങ്കിൽ image of object lies at the focal length of second lens L2 second ലെൻസിൻ്റെ ഫോക്കൽ ലെന്തായ ഫോക്കൽ ലെന്തിൽ വരും. എന്തുകൊണ്ടാണ് 5ഉം പിന്നെ അതിൻ്റെ കൂടെ ഒരു 10 കൂടെ വരും. അങ്ങനെ 10 എന്ന് പറയുന്നത് ഇവൻ്റെ ഫോക്കൽ ലെന്താണ്. അപ്പോൾ ശരിക്കും ഇവൻ്റെ ഫോക്കസിലാണ് വരിക. ഓക്കെ, അതായത് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ലൈസ് അറ്റ് ദി ഫോക്കൽ ലെന്ത് ഫോക്കസ് ഓഫ് എന്ന് എഴുതിക്കോ. ഫോക്കസ് ഓഫ് സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കസിലാണ് ഇമേജ് വരിക. സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കസിൽ ഇമേജ് വരുന്നത് കൊണ്ട് ഓർത്തിരിക്കുക, സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കസിൽ ഇമേജ് വരുന്നതുകൊണ്ട് എങ്ങനെ ആലോചിക്കാൻ പറ്റും? ഓക്കെ, ഈ ലൈറ്റ് റേസ് നമുക്കിനി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പാടില്ലേ, ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ, ഇങ്ങനെ പാരലായിട്ട് പോകുന്നതായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെയാണ് ഫോക്കസിൽ വന്നെന്ന് എഴുതിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പം ഇവനും എവിടെ പോയി എന്താ പറയുക, കോയിൻസൈഡ് ചെയ്യുക, പാരലായിട്ട് വരുന്ന പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായിട്ട് വരുന്ന ലൈൻസ് എന്ത് ചെയ്യും, ഫോക്കസിൽ വെച്ചാണ് മീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ അടുത്തത് ഇവൻ ഇമേജ് ഫോം ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? ഇവൻ്റെ ഫോക്കസിലാണ് അല്ലേ. മൂന്നാമത്തെ ലെൻസായ L3 ഇമേജ് ഫോം ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? അവൻ്റെ ഫോക്കസിലാണ്. അവൻ്റെ ഫോക്കസ് എവിടെയാണ്? 30 സെൻറ്റിമീറ്റർ മാറിയാണ്. അവൻ്റെ ഫോക്കസ് 30 സെൻറ്റിമീറ്റർ മാറിയാണ്. ഞാൻ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ് ലെൻസ് കാരണം ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് എവിടെ വരും? സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കസിൽ വരും. സെക്കൻഡ് ലെൻസിൻ്റെ ഫോക്കസിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള ലൈൻസ് എമർജ് ചെയ്ത് പോകുന്നത് പാരലായിട്ട് എടുക്കാം. ലൈൻസ് എമർജ് ചെയ്ത് പോകുന്നത് പാരലായിട്ട് എടുക്കുവാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പാരലായിട്ട് വരുന്ന ലൈൻസ് ഫോക്കസിലാണ് കോയിൻസൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്കും തേർഡ് ലെൻസിൻ്റെ ഫോക്കസിൽ വരും. അപ്പോൾ ഇമേജ് തേർഡ് ലെൻസിൻ്റെ ഫോക്കസിൽ വരും എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ റൈറ്റ് ഓഫ് തേർഡ് ലെൻസ് എന്ന് പറയും അല്ലേ. കാരണം തേർഡ് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് 30 ആണ്. സോ ആൻസർ 30 സെൻറ്റിമീറ്റർ റൈറ്റ് ഓഫ് തേർഡ് ലെൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 36. ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 37. എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് റേഡിയസ് എ. അപ്പോൾ നമ്മുടെ ഒരു ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ആ സ്ട്രെയിറ്റ് വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് തന്നേക്കുന്നത്. സ്ട്രെയിറ്റ് വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, ഏരിയയിലല്ലോ റേഡിയസ് ആണ് തന്നേക്കുന്നത്, എ എന്ന് പറയുക. Carries a steady current capital I. The current is uniformly distributed across its cross section. Current ഈ ക്രോസ് സെക്ഷനിൽ കൂടി യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ റേഷ്യോ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് A/2 ആൻഡ് 2A ഫ്രം ഇറ്റ്സ് ആക്സസ്. ഇവൻ്റെ ആക്സസിൽ നിന്നും A/2 ഡിസ്റ്റൻസും 2A ഡിസ്റ്റൻസ് അകലെ. നിങ്ങൾക്കറിയാം ഈ ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള പോയിൻ്റാണ് A/2 ഡിസ്റ്റൻസ് അകലെ വരിക അല്ലേ. A/2 എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന് അകത്തുള്ള പോയിന്റാണ്. അകത്തുള്ള പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി ബൈഹാർട്ടാണ്. ബി ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താ വരിക? μ0I ഡിവൈഡ് ബൈ 2π ഇൻറ്റു μ0I ഡിവൈഡ് ബൈ 2π ഇൻറ്റു A² ഇൻറ്റു R. നിങ്ങൾ ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇൻസൈഡിലാണെങ്കിൽ ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇൻസൈഡിലാണെങ്കിൽ ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ബി ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഇൻസൈഡ് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡ് ബൈ 2π ഇൻറ്റു A² ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് A/2 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓരോ എ ക്യാൻസലായി പോയി. ആൻസർ എത്ര വരും? μ0I ഡിവൈഡ് ബൈ 4π ഇൻറ്റു A എന്ന് വരും. μ0I ഡിവൈഡ് ബൈ 4π ഇൻറ്റു A. ഇതാണ് ബി ഇൻസൈഡ് എന്ന് പറയാം. ബി ഇൻസൈഡ് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡ് ബൈ 4π ഇൻറ്റു A. ഇതാണ് ബി ഇൻസൈഡ് എന്ന് പറയാം. ഓക്കെ, അതേ സമയത്ത് അടുത്തത് 2A മീൻസ് ഇവന് പുറത്ത് പോയി ഔട്ട്സൈഡ് ആണ്. ബി ഔട്ട്സൈഡ് നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബി ഔട്ട്സൈഡ് ഈസ് μ0I ഡിവൈഡ് ബൈ 2πR അല്ലേ. ഇതാണ് ബി ഔട്ട്സൈഡ് എന്ന് പറയാം. ആറിൻ്റെ സ്ഥാനത്ത് 2 ആയിട്ട് കൊടുത്തേ. സോ μ0I ഡിവൈഡ് ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? 2A. അപ്പോൾ കണ്ടോ μ0I ബൈ 4πA, അതും μ0I ബൈ 4πA. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫീൽഡുകളുടെയും റേഷ്യോ B1:B2 എന്നെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1:1 എന്ന് വരും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കരുതുവാണ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 38. ക്വസ്റ്റ്യൻ നമ്പർ 38. ഓക്കെ ആണല്ലോ. 38ാമത്തെ ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ എ പ്രൊജക്ടൈൽ ടു ഹാവ് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഈസ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ പ്രൊജക്ടൈൽ ടു ഹാവ് ഹൊറിസോണ്ടൽ റേഞ്ച്, സെയിം ഹൊറിസോണ്ടൽ റേഞ്ചും സെയിം മാക്സിമം ഹൈറ്റും വേണം. അപ്പോൾ ഇവരെ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല അറിയാമായിരിക്കുമല്ലോ. R tan θ ഈസ് ഈക്വൽ ടു 4H. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ.
അതായത് മാക്സിമം ഹൈറ്റും റേഞ്ചും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എല്ലാവർക്കും ഓൾറെഡി ബൈ ഹാർട്ട് ആയിരിക്കും. r tan θ = 4h. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആറും എച്ചും ഈക്വൽ ആകുക. അപ്പോൾ ഈ ആറും ഈ എച്ച് കൂടെ ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? tan θ = 4 എന്ന് വരും. സോ θ = tan ഇൻവേഴ്സ് ഓഫ് 4 എന്ന് വരും അല്ലേ. θ = tan ഇൻവേഴ്സ് ഓഫ് 4. ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ 38ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, 39ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. 39ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇപ്പോൾ ഇതാണ് ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 satellites A and B go round a planet in a circular orbit having radii 4r and r respectively. Okay, 4r and r respectively. ഇത് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 2 സാറ്റലൈറ്റുകളുണ്ട്. ഓക്കെ, ഇതാദ്യം നമ്മുടെ പ്ലാനറ്റ് എർത്താന്ന് എഴുതുക. ഓക്കെ, പ്ലാനറ്റ് എർത്താന്ന് എഴുതുക. മാസ് m, റേഡിയസ് r എന്നൊക്കെ കരുതിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിന് ചുറ്റും ആരുണ്ട്? 2 സാറ്റലൈറ്റുകളുണ്ട്. അതിന് ചുറ്റും 2 സാറ്റലൈറ്റുകളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ സാറ്റലൈറ്റ് ആണ് എ എന്ന് പറയുക. എ എന്ന് പറയുന്ന സാറ്റലൈറ്റ് എത്ര റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലാണെന്ന് നോക്കിക്കേ. എ എന്ന് പറയുന്ന സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4r റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലാണെന്നാണ് പറയുന്നത്. ബി എന്ന് പറയുന്ന സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഇവിടെയാണ് ബി എന്ന് പറയുന്ന സാറ്റലൈറ്റ് വരിക. ഓക്കെ, ബി എന്ന് പറയുന്ന സാറ്റലൈറ്റ് വരുന്നത് ഇവിടെയാണ്. ബി എത്രയാണ്? ബിയുടെ റേഡിയസ് 6 വരുന്നുണ്ട് അല്ലേ. ബിയുടെ റേഡിയസ് 6 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്ലാനറ്റിൻ്റെ റേഡിയസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സാറ്റലൈറ്റിൻ്റെ റേഡിയസ്, സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 6 ആണ്. എ എന്ന് പറയുന്ന ഒന്നാമത്തെ സാറ്റലൈറ്റിൻ്റെ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 4r ആണ്. ഇനി എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 3v ആണെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ബി എത്ര എന്നാണ് ചോദ്യം. ഓർബിറ്റൽ സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 3v ആണെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ബി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒറ്റ കാര്യം ഓർത്താൽ മതി. ഓർബിറ്റൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് റേഡിയസ്. എവിടെയാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? v = സ്ക്വയർ റൂട്ട് ഓഫ് gm/r. ഇതാണ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് അറിയാമെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല √gm/r. അതിനകത്ത് നമുക്ക് പറയാം ഓർബിറ്റൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √r എന്ന് പറയാം. ശരിയല്ലേ? ഇത് പ്ലാനറ്റിൻ്റെ മാസ്, ഇത് ക്യാപിറ്റൽ G. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ബി ഡിവൈഡ് ബൈ ഓർബിറ്റൽ സ്പീഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ √RB/RA തിരിഞ്ഞു വരും അല്ലേ. RA എന്ന് പറയുന്നത് എത്രയാ? 4r വരും. RB എന്ന് പറഞ്ഞാൽ എത്ര? 6 വരും. ഇവർ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. 4നെ റൂട്ട് എടുത്താൽ എത്ര വരും? 2 വരും. Therefore ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ബി = 2 times VA എന്ന് വരും. VA എത്രയായിരുന്നു? VA = 3v. സോ ആൻസർ = 6v എന്ന് വരും അല്ലേ. ആൻസർ 6v എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, 39ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. നമുക്ക് 40ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? 40ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലോസ് ഓഫ് മോഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിക്കാം. എ ഗിവൺ ഒബ്ജക്റ്റ് ടേക്സ് n ടൈംസ് ദ ടൈം ടു സ്ലൈഡ് ഡൗൺ 45 degree റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആസ് ഇറ്റ് ടേക്സ് ദി ടൈം ടു സ്ലൈഡ് ഡൗൺ ആൻഡ് ഐഡന്റിക്കൽ പെർഫെക്റ്റ്ലി സ്മൂത്ത് 45 degree ഇൻക്ലൈൻഡ് പ്ലെയിൻ. ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ദ സർഫസ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. എന്ന് പറയുമ്പം ആംഗിൾ സെയിം ആണ്, അതുപോലെ തന്നെ ഹൈറ്റ് ഒക്കെ സെയിം ആണ്. വ്യത്യാസം എവിടെയാണ് വന്നെന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് സ്മൂത്തും ഒന്ന് റഫുമാണ്. ഓക്കെ, ആദ്യത്തെ നമ്മുടേത് കേസ് 1 എന്ന് പറയുന്നത് എങ്ങനെയുള്ള സർഫസ് ആണെന്നറിയാവോ? ഒരു സ്മൂത്ത് സർഫസ് ആണ് എന്നാണ് പറയുക. കേസ് 1 എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് 45 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വരയ്ക്കാം. ഇതേ കിടക്കുന്നു ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45. തൽക്കാലം ഞാൻ തീറ്റ എന്നെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ഈ ബോഡിക്ക് താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് വരണം. ഓക്കെ, സ്ലൈഡ് ചെയ്ത് വരിക മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി 0. നമ്മൾ തള്ളി വിട്ടതൊന്നുമല്ല, സ്ലൈഡ് ചെയ്ത് വരുവാണ്. ഓക്കെ, അപ്പോൾ സ്മൂത്ത് ആണ്. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഉള്ള ആക്സലേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് എഴുതാം. g sin θ ആണ് ആക്സലേഷൻ എന്ന് പറയാം. പിന്നെ ഇവിടുന്ന് താഴെ വരെയുള്ള ദൂരം തൽക്കാലത്തേക്ക് നിങ്ങൾ L എന്ന് എഴുതിക്കുക. താഴെ വരെയുള്ള ദൂരം L എന്ന് എഴുതുക. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മാത്രമാണ് അല്ലേ. ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഒരു പക്ക സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മാത്രമാണ്. u = 0 ആണ്. എയുടെ വാല്യൂ എത്ര? g sin θ ആണ്. എയുടെ വാല്യൂ g sin θ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? L ആണ്. ടൈം എത്ര? t1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? s = ½ a t² എന്ന് എഴുതാം. ശരിയല്ലേ? എസിൻ്റെ സ്ഥാനത്ത് L = ½ ×
ജി സൈൻ തീറ്റ ഇൻറ്റു T1 സ്ക്വയർ എന്ന് എഴുതാം. ജി സൈൻ തീറ്റ ഇൻറ്റു T1 സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് കേസിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഇക്വേഷനാണ്. ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് L ആണ്. L ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി സൈൻ തീറ്റ ഇൻറ്റു T1 സ്ക്വയർ എന്ന് പറയാം. സെക്കൻഡ് കേസ് കേസ് 2 എന്ന് പറഞ്ഞാൽ ഇതെന്ത് സർഫസായി മാറി? റഫ് സർഫസായി മാറി. കേസ് 2 മീൻസ് റഫ് സർഫസായി മാറി. ബാക്കിയെല്ലാം ഐഡൻറ്റിക്കലാണ്. ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്ര? മ്യൂ കെ എന്ന് എടുത്തോളാൻ പറയുന്നുണ്ട്. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ കെ എന്ന് എടുക്കുക. അതിൻ്റെ വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവൻ താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴത്തേക്കുള്ള ആക്സിലറേഷൻ ജി സൈൻ തീറ്റ വരും അല്ലേ? ഓക്കെ, താഴത്തേക്ക് ജി സൈൻ തീറ്റ വരും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. താഴത്തേക്കുള്ള ഫോഴ്സ് എം ജി സൈൻ തീറ്റ വരുമെങ്കിലും മുകളിലേക്ക് എന്ത് ഫോഴ്സ് ഉണ്ട്? കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ? മുകളിലേക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവൻ താഴത്തേക്ക് വരുമ്പം താഴത്തേക്ക് ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെറ്റ് ഫോഴ്സ് എഴുതാം. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴത്തേക്കുള്ള ഫോഴ്സ് എം ജി സൈൻ തീറ്റയാണ്. മുകളിലേക്കുള്ള ഫോഴ്സ് ഓർമ്മയുണ്ടല്ലോ, എഫ് കെ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ താഴത്തേക്കുള്ള ഫോഴ്സ്, മുകളിലേക്കുള്ള ഫോഴ്സ് എത്രയാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മ്യൂ കെ ഇൻറ്റു എൻ എന്നാണ് പറയുക അല്ലേ? മ്യൂ കെ ഇൻറ്റു എൻ. ഇവിടെ വരുന്ന നോർമൽ റിയാക്ഷൻ എത്രയാണ്? ഇങ്ങോട്ട് എം ജി കോസ് തീറ്റ വരും ശരിയല്ലേ? ഇങ്ങോട്ട് എം ജി കോസ് തീറ്റ വരും. നോർമൽ റിയാക്ഷൻ എൻ വരും ശരിയല്ലേ? അപ്പോൾ എൻ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ വരും. അപ്പോൾ നോർമൽ റിയാക്ഷൻ സ്ഥാനത്ത് എം ജി കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, നമ്മളിത് ഓൾറെഡി ബൈഹാർട്ട് ആകുന്ന ടൈമാണ്. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്തു വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ ഇൻറ്റു ജി കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ ഇൻറ്റു ജി കോസ് തീറ്റ. ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടി, റഫായിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടി താഴത്തേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ ചോദിച്ചാൽ ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ ഇൻറ്റു ജി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് എക്സ്പ്രഷൻ വരിക. ഇനി താഴെ വരെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് വേറെ മാറ്റമൊന്നുമില്ല. അപ്പം താഴെ എത്താനുള്ള സമയം എന്ന് പറയുന്നത് T2 ആണ്. ആ T2 എന്ന് പറഞ്ഞാൽ n ടൈംസ് T1 ആണ്. ആദ്യത്തെ സമയത്തിന് n ടൈംസ് എന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് മ്യൂ കെയുടെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. സോ ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് L തന്നെയാണ്. ഓക്കെ, ഹാഫ് എ ടി സ്ക്വയറിലേക്ക് ഇട്ട് കൊടുക്കാം. സോ L ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്ക് പകരം നമുക്ക് എന്തെഴുതാം? എക്ക് പകരം ഞാൻ ഇവിടുത്തെ കോമൺ ആയിട്ട് ജി പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് മ്യൂ കെ ഇൻറ്റു കോസ് തീറ്റ. ടൈം എന്ന് പറയുന്നത് n സ്ക്വയർ T1 സ്ക്വയർ എന്ന് വരും. ടിക്ക് പകരം n ഇൻറ്റു T1 ആണ്. അത് സ്ക്വയർ ചെയ്യുക. n സ്ക്വയർ T1 സ്ക്വയർ എന്ന് വരും. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുവാണ്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഡിവൈഡ് ചെയ്യല്ല, ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാണ്, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്താൽ എന്താ വരിക നോക്കിക്കേ? ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു T1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കെ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു എൻ സ്ക്വയർ T1 സ്ക്വയർ എന്ന് വരും. T1 സ്ക്വയർ ക്യാൻസലായി പോയി. ഹാഫ് ജി ക്യാൻസലായി പോയി. ഇനി ശ്രദ്ധിക്കുക, തീറ്റ 45 ആണല്ലേ? അപ്പോൾ സൈൻ 45 കോസ് 45 എല്ലാവരും സെയിം തന്നെയാണ്. 1/√2 ആണ്, ക്യാൻസലായി പോയി. സോ ഇറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു അപ്പുറത്തേക്ക് വരുവാണെങ്കിൽ എന്നാ വരും? 1 മൈനസ് മ്യൂ കെ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് വരും. നമുക്ക് വേണ്ടത് മ്യൂ കെയുടെ വാല്യൂ ആണ്. സോ 1 മൈനസ് മ്യൂ കെ ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ എന്ന് വരും. ശരിയാണോ? 1 മൈനസ് മ്യൂ കെ ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ എന്ന് വരും. സോ മ്യൂ കെ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/n സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? മ്യൂ കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 1 മൈനസ് 1/n സ്ക്വയർ എന്ന് വരും അല്ലേ? 1 മൈനസ് 1/n സ്ക്വയർ. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കേ? ക്വസ്റ്റ്യൻ നമ്പർ 40. ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് കരുതുവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 41. A block is simply released from the top of an inclined plane as shown in the figure. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ ആണ്. ഇവിടെ നിന്നൊരു ബ്ലോക്ക് റിലീസ് ചെയ്യുവാണ്. ഓക്കെ, ഈ ആംഗിൾ 30 ആണ്. ഈ പ്ലെയിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. അവൻ താഴെ വരും, താഴെ വന്നിട്ട് ഇങ്ങോട്ട് 2 മീറ്റർ മൂവ് ചെയ്യും. പക്ഷേ ഈ സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ട് കേട്ടോ. ഫ്രിക്ഷൻ്റെ വാല്യൂ 0.5, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.5 ആണ്. അതിനുശേഷം ഈ സ്പ്രിങ്ങിലേക്ക് വരും, സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യിക്കും. ഓക്കെ, ദ മാക്സിമം കംപ്രഷൻ ഇൻ ദി സ്പ്രിങ് വെൻ ദ ബ്ലോക്ക് ഹിറ്റ്സ് ദി സ്പ്രിങ് ഈസ്.
അപ്പോൾ ഈ ബ്ലോക്ക് വന്ന് സ്പ്രിങ്ങിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിയുമ്പം മാക്സിമം കംപ്രഷൻ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന മാക്സിമം കംപ്രഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. മാക്സിമം കംപ്രഷൻ ഇൻ ദി സ്പ്രിങ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നമ്മൾ റിലീസ് ചെയ്യുന്നു, ഇവിടെ ഇടുന്നു, സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് പോയി ഇടിക്കുന്നു. മാക്സിമം കംപ്രഷൻ ഇൻ ദി സ്പ്രിങ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് വർക്ക് എനർജി തിയറം ഉപയോഗിച്ചാൽ മതി അല്ലേ? വർക്ക് എനർജി തിയറം ബൈ വർക്ക് എനർജി തിയറം നമുക്ക് വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡി റെസ്റ്റിലാണ്, കൈനറ്റിക് എനർജി 0 ആണ്. ഇവിടെ വന്ന് ഫൈനലി കംപ്രസ് ചെയ്യുന്ന സമയത്തും പിന്നെ മൂവ് ചെയ്യുന്നില്ല, കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്, ഫൈനൽ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എത്ര? 0. ഇനി ഇവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. താഴത്തേക്ക് വരുമ്പം ആര് വർക്ക് ചെയ്തു? ഗ്രാവിറ്റി വർക്ക് ചെയ്തു. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. പിന്നെ ആര് വർക്ക് ചെയ്യും? ഫ്രിക്ഷൻ വർക്ക് ചെയ്യും. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ആ സർഫസിൽ കൂടെ പോകുമ്പോൾ ഫ്രിക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആരുണ്ട്? വർക്ക് ഡൺ ബൈ സ്പ്രിങ്. ഈ 3 പേരൂടെ വർക്ക് ചെയ്താലും നെറ്റ് എത്രയാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി നമുക്ക് നോക്കാം. എത്ര ഹൈറ്റ് താഴത്തേക്ക് വന്ന് നോക്കിക്കേ, ഇതാണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ mgh. നിങ്ങൾക്കറിയാം വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി mgh ആണ്. ഇനി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ നോക്കുമ്പോഴേ ബ്ലോക്ക് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. ബ്ലോക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ ഫ്രിക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും അല്ലേ? വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവിടെ ഒരു 2 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ഈ 2 മീറ്ററിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ 2 മീറ്റർ സ്ഥലത്ത് മാത്രം എന്തുണ്ടായിരുന്നു? ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. 2 മീറ്റർ സ്ഥലത്ത് മാത്രം ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാമെന്ന് ചോദിച്ചാൽ അവിടെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന വർക്ക് നെഗറ്റീവാണ്, ഫോഴ്സ് മൂവ്മെൻറ്റിന് എഗനസ്റ്റ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഇൻറ്റു എന്താ പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2 മീറ്റർ അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് 2 മീറ്റർ പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിങ് ചെയ്ത വർക്കിൻ്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്പ്രിങ് ചെയ്ത വർക്കിൻ്റെ ഫോർമുല -12k × x² എന്ന് എഴുതാം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് എക്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ കംപ്രഷൻ, അതാണ് മാക്സിമം ഉണ്ടാകുന്ന കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എം എത്ര എന്ന് പറഞ്ഞാൽ m5, ജി എത്ര 10, ഹൈറ്റ് എത്ര എന്ന് അറിയണം അല്ലേ? ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു വഴിയുണ്ട്. sin 30 എടുത്ത് sin 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത് എത്രയായി? എച്ച് എന്ന് പറഞ്ഞാൽ 10 × sin 30 എന്ന് വരും. sin 30 ദാറ്റ് ഈസ് ഈക്വൽ ടു sin 30 1/2 ആണല്ലോ. അപ്പോൾ 10/2 എന്ന് പറയുന്നത് 5 എന്ന് വരും. അപ്പോൾ ഹൈറ്റ് 5 വരുവേ. അപ്പോൾ ഇത് 5 × 10 × 5 മൈനസ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞ് മ്യൂ ഇൻറ്റു mg എന്ന് വരും അല്ലേ? മ്യൂ ഇൻറ്റു mg എന്ന് വരും. മ്യൂ k × mg. മ്യൂവിൻ്റെ വാല്യൂ 1/2. അപ്പോൾ മ്യൂവിൻ്റെ സ്ഥാനത്ത് 1/2 എഴുതി, മാസിൻ്റെ സ്ഥാനത്ത് 5 എഴുതി, ജിയുടെ സ്ഥാനത്ത് 10 എഴുതി. അപ്പോൾ ഫോഴ്സായി. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 2. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവനെ അപ്പുറത്തേക്ക് ഉണ്ട് ½ ഇൻറ്റു k എത്രയാണ്? k 100 ആണ്, ഇൻറ്റു x² എന്ന് വരും. നമുക്ക് ഈ x ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ 50 × 5 250 വരും അല്ലേ? 250. ഓക്കെ, 250 മൈനസ് ഈ 2 കൂടെ പോയി എത്ര വരും? 50 എന്ന് വരും അല്ലേ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു അതെത്ര? 50 വരും അല്ലേ? 50 × x² എന്ന് വരും. 50 × x² എന്ന് വരും. സോ 200 ഈസ് ഈക്വൽ ടു 50 × x² എന്ന് വരും അല്ലേ? സോ x² ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 50 എന്ന് വരും അല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് വരും. അതായത് എത്രമാത്രം കംപ്രസ് ചെയ്തെന്ന് വെച്ചാൽ എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ് കംപ്രസ് ചെയ്തിട്ടുണ്ടാവുക. 2 മീറ്റർ ആണ് കംപ്രസ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 41ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് 42ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 42ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ടർ ബോയിൽസ് ഇൻ ആൻ ഇലക്ട്രിക് കെറ്റിൽ ഇൻ 20 മിനിറ്റ്സ്. വാട്ടർ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ബോയിൽ ചെയ്യുകയാണ്. 20 മിനിറ്റ് കൊണ്ടാണ് അത് ബോയിൽ ചെയ്യാൻ പറ്റിയത്. ആഫ്റ്റർ ബീയിങ് സ്വിച്ച്ഡ് ഓൺ യൂസിങ് ദി സെയിം മെയിൻ സപ്ലൈ ദ ലെങ്ത് ഓഫ് ദി ഹീറ്റിംഗ് എലമെൻറ്റ് ഷുഡ് ബി ഡാഷ് ടു ഡാഷ് എന്ന് വെച്ചാൽ ഡിക്രീസസ് ടു അല്ലെങ്കിൽ ഇൻക്രീസസ് ടു ഇത്ര ടൈംസ് of its initial length if the water is to be boiled in 15 minutes. അപ്പോൾ നമ്മുടെ ആദ്യം ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട് കേട്ടോ. ആ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് 20 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വാട്ടർ ബോയിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഇതേ പവർ സപ്ലൈ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്ടർ കുറച്ചും കൂടി നേരത്തെ ബോയിൽ ചെയ്യിക്കണം. 15 മിനിറ്റ് കൊണ്ട് ബോയിൽ ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ ലെങ്ത്, അതിനകത്ത് ഉപയോഗിക്കുന്ന കോയിലിൻ്റെ ലെങ്ത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, കുറയ്ക്കുകയാണെങ്കിൽ എത്രയാണെന്ന് പറയണം, കൂട്ടുവാണെങ്കിൽ എത്രയാണെന്ന് പറയണം. ഒരു കാര്യം ഓർത്താൽ മതി, പവർ. ഓക്കെ, പവർ ഫസ്റ്റ് കേസിൽ എത്രയാണ്? v² ബൈ r എന്നല്ലേ പറയാം. v² ബൈ r. രണ്ടാമത്തെ കേസിൽ എത്ര വരിക? രണ്ടാമത്തെ കേസിൽ
സോറി ഫസ്റ്റ് കേസിൽ വി സ്ക്വയർ ബൈ ആർ വരും. ആർ എന്ന് പറയുന്നത് നമുക്ക് R1 എന്ന് എടുക്കാം. ഇനി നമുക്ക് സമയം കൂടി വേണ്ടേ. അപ്പോൾ എനർജി ഓക്കെ, രണ്ട് കേസിലും വെള്ളം ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും വേണ്ട എനർജി സെയിം ആണ്. ഓക്കെ, ഇൻ ബോത്ത് കേസസ് വാട്ടർ നമുക്ക് ബോയിൽ ചെയ്യിക്കാനായിട്ട് സെയിം എമൗണ്ട് ഓഫ് വെള്ളമല്ല എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ട് കേസിലും എന്ത് സെയിം വേണം, വെള്ളം സെയിം, ഹീറ്റ് എനർജി സെയിം വേണം. ഓക്കെ, ഇൻ ബോത്ത് കേസസ് ഹീറ്റ് എനർജി ഷുഡ് ബി സെയിം. എനർജി ഷുഡ് ബി സെയിം. എനർജി ഷുഡ് ബി സെയിം. രണ്ട് കേസിലും എനർജി സെയിം ആയിരിക്കണം. ഓക്കെ, എനർജി ഷുഡ് ബി സെയിം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിലെ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം എടുത്താൽ മതി. ദാറ്റ് ഈസ് വി സ്ക്വയർ ബൈ R1. ഓക്കെ, R1 ഫസ്റ്റ് കേസിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം. ടൈം നമുക്ക് യൂണിറ്റ് ഇടുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ 20 അങ്ങ് എഴുതുവാണ് കേട്ടോ. ഓക്കെ, 20 ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത കേസ് വരുമ്പോൾ വി സ്ക്വയർ ബൈ R2. ഓക്കെ, നമ്മുടെ റെസിസ്റ്റൻസ് മാറ്റി. അതിനകത്ത് ഉപയോഗിക്കുന്ന വയറിൻ്റെ ലെങ്ത് മാറ്റുമ്പം റെസിസ്റ്റൻസ് മാറ്റി. ഇൻറ്റു ടൈം എത്രയായിട്ട് മാറണം, 15 മാറണം. ഓക്കെ, അപ്പോൾ പവർ കൂടിയിട്ടുണ്ടാവണം അല്ലേ. പവർ കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സമയം കുറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ സെയിം എനർജി തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വി സ്ക്വയർ ക്യാൻസൽ കളഞ്ഞു. ഓക്കെ, പിന്നെ എന്താ വരിക നോക്കിക്കേ. വി സ്ക്വയർ ക്യാൻസലായി പോയി. പിന്നെ ഉള്ളത് ഇവനെ R2 ഇങ്ങോട്ട് ഇടുന്നേ. R2 ഡിവൈഡ് ബൈ R1 ഈസ് ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 20 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്നെടുക്കാം. ശരിയല്ലേ. R2 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, റോ ഇൻറ്റു L ഡിവൈഡ് ബൈ A എന്നെടുക്കാമല്ലോ. ഈ വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ രണ്ടുപേർക്കും സെയിം തന്നെ, റോ സെയിം ആണ്, ലെങ്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയാം R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. ശരിയല്ലേ, ഒരേ വയർ തന്നെയാണ്, അപ്പോൾ റോ സെയിം ആണ്. അപ്പം ഈ ക്രോസ് സെക്ഷണൽ ഏരിയയും സെയിം ആണ്. അപ്പം R2 ബൈ R1 എന്ന് പറഞ്ഞാൽ L2 ബൈ L1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് വരും. അപ്പോൾ L2 ഈസ് ഈക്വൽ ടു 3/4 ഓഫ് L1 എന്ന് വരും അല്ലേ. അപ്പോൾ 3/4 ഓഫ് L1 ആകുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ കാട്ടിലും കുറയാന്നല്ലേ. അപ്പോൾ ഡിക്രീസ് ചെയ്യണം. എത്രയാക്കി ഡിക്രീസ് ചെയ്യണം, 3/4 ആയിട്ട് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 2 ആണ് വന്നത്. എല്ലാവരും ചെയ്തിട്ട് അതിനെയാണ് കിട്ടിയത് നോക്കിക്കേ. നമുക്കിനി 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 43rd ക്വസ്റ്റ്യൻ. എ ഡയാറ്റോമിക് ഗ്യാസ് ഗാമ ഈസ് ഈക്വൽ ടു 1.4. ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയാറ്റോമിക് ഗ്യാസ് ആണ്. ഓക്കെ, ഡസ് 100 ജൂൾ ഓഫ് വർക്ക് ഇൻ ആൻ ഐസോബാറിക് എക്സ്പാൻഷൻ. ഐസോബാറിക് എന്ന് പറയുമ്പം ആരാ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. ഐസോബാറിക് മീൻസ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലേ. ഐസോബാറിക് മീൻസ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദ ഹീറ്റ് ഗിവൺ ടു ദി ഗ്യാസ് ഈസ്. അപ്പം അവൻ ചെയ്ത വർക്ക് എത്രയാണ്, ഐസോബാറിക് പ്രോസസ്സാണ്, വർക്ക് എത്രയാണ്, 100 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കാം, വർക്കിൻ്റെ ഫോർമുല എന്ന് എഴുതി നോക്കാവേ. വർക്കിൻ്റെ ഫോർമുല, വർക്ക് 100 ജൂൾ എന്നാണ് നിൽക്കുന്നത് അല്ലേ. ഐസോബാറിക് ആയതുകൊണ്ട് വർക്കിൻ്റെ ഫോർമുല നമ്മൾ സാധാരണ എഴുതുക P ഇൻറ്റു ഡെൽറ്റ വി എന്നാണ് എഴുതുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, PV1 അല്ലെങ്കിൽ PV2 മൈനസ് PV1 എന്ന് എഴുതാം അല്ലേ. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, NR ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. NR ഇൻറ്റു ഡെൽറ്റ ടി ശരിയല്ലേ. NR ഇൻറ്റു T2 മൈനസ് NR ഇൻറ്റു T1. PV എന്ന് പറഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു NRT ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും വർഡണിൻ്റെ എക്സ്പ്രഷനായിട്ട് വരിക. ഇതാണ് വർഡണിൻ്റെ എക്സ്പ്രഷനായിട്ട് വരിക. ഇതിനകത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് ഡെൽറ്റ ടി എത്രയാണെന്ന് വെച്ചാൽ എത്ര പറയാം, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വർഡൺ ഡിവൈഡ് ബൈ NR എന്നെടുക്കാം. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വർഡൺ ഡിവൈഡ് ബൈ NR എന്നെടുക്കാം. ഓക്കെ, നമുക്കിവിടെ ആരെ അറിയാം, വർഡണിൻ്റെ വാല്യൂ അറിയാം. ഇനി ഹീറ്റ് ഗിവൺ ടു ദി ഗ്യാസ്, ഹീറ്റിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് Q ഈസ് ഈക്വൽ ടു ഓക്കെ ഐസോബാറിക് പ്രോസസ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ NCP ഡെൽറ്റ ടി യൂസ് ചെയ്യാലോ. NCP ഡെൽറ്റ ടി ശരിയല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ N ഓക്കെയാണ്. CP എന്ന് പറഞ്ഞാൽ എത്രയാണ്, CP ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു R അല്ലേ. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 7/2 ഇൻറ്റു R. ഓക്കെ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്ര വരും, W ഡിവൈഡ് ബൈ NR എന്ന് വരും. ഈ NRും ഈ NRൂടെ ക്യാൻസൽ ആയി പോയി. സോ 7/2 ഇൻറ്റു ഇത് 100 വരും അല്ലേ, W 100 വരും. ഇവർ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി 50 വരും. 50 ഇൻറ്റു 7 350 ജൂൾ എന്ന് വരും. ഇതാണ് ഹീറ്റ് ഗിവൺ എന്ന് പറയുക, 350 ജൂൾ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. 44ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ഹാവ് ദി സെയിം ഡി ബ്രോയി വേവ് ലെങ്ത്. If Kp and Ke be the kinetic energies of proton and electron respectively, then choose the correct relation. Correct relation choose ചെയ്യുക. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കറക്റ്റ് റിലേഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം പ്രോട്ടോണും അതെ ഇലക്ട്രോണും അതെ സെയിം ഡി ബ്രോയി വേവ് ലെങ്ത്, ഡ്യുവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം വേവ് ലെങ്തിൻ്റെ എക്സ്പ്രഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്നാണ് എഴുതുക. രണ്ടുപേർക്കും ഡി ബ്രോയി വേവ് ലെങ്ത് സെയിം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും മൊമെൻറ്റം സെയിം എന്നാണ് അല്ലേ. ബോത്ത് ഹാവ് സെയിം മൊമെൻറ്റം, ബോത്ത് ഹാവ് സെയിം മൊമെൻറ്റം. ഓക്കെ, സെയിം മൊമെൻറ്റം ഇതാണല്ലോ മീനിങ്. ഡൗട്ട്
ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡി ബ്രോയി വേവ് ലെന്ത് സെയിം ആണ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം സെയിം ആണ് എന്നാണ് മീനിങ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ if P and KE and KP and KE kinetic energies of proton and electron അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ അറിയാലോ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P²/2m എന്നാണ് നമ്മൾ എഴുതുക. P രണ്ടു പേർക്ക് സെയിമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് പറയാം. കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് പറയാം. അപ്പോൾ ആർക്കാണ് മാസ് കൂടുതൽ? പ്രോട്ടോണിനാണ് മാസ് കൂടുതൽ. മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? പ്രോട്ടോൺ ഇലക്ട്രോൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരും കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ എന്ന് പറയും. ശരിയല്ലേ? അപ്പം മൊമെൻറ്റം രണ്ടുപേർക്ക് സെയിം ആണ്. അപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പം മാസ് കൂടിയ ആൾക്ക് കൈനറ്റിക് എനർജി കുറവായിരിക്കും. അപ്പോൾ പ്രോട്ടോണിനാണ് കൈനറ്റിക് എനർജി കുറവ്, ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ 44ാമത്തെ ക്വസ്റ്റിന് ആൻസർ ആയത് വരും ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, നമുക്ക് 45ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം അല്ലേ? 45ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എം നോട്ട് അല്ലെങ്കിൽ M0 ഈസ് ദി മാസ് ഓഫ് ഐസോടോപ്പ് ഓഫ് ബോറോൺ 512. ഇപ്പോൾ ഇത് ബോറോണിൻ്റെ ഒരു ഐസോടോപ്പാണ്. അവൻ്റെ മാസ് M0 ആ ഒരു ന്യൂക്ലിയസിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്. MB മാസ് ഓഫ് പ്രോട്ടോണ്, MN മാസ് ഓഫ് ന്യൂട്രോണ്. ദെൻ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി ഓഫ് ദി ഐസോടോപ്പീസ്. ഇവിടുത്തെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാം. ഇത്രയുള്ള സംഭവം. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. എന്താണ്? മാസ് ഡിഫക്റ്റ് ഇൻറ്റു C² എന്നെടുക്കുക. ഓക്കെ, മാസ് ഡിഫക്റ്റ് ഇൻറ്റു C². ഇത് നിങ്ങൾ ആലോചിക്കുക, മാസ് ഡിഫക്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസിൽ നിന്ന് ന്യൂക്ലിയസിൻ്റെ മാസ് കുറയ്ക്കുക. ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? 5 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ 5 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് ഇനി എത്ര ന്യൂട്രോൺ ഉണ്ട്? 7 ന്യൂട്രോൺ ഉണ്ട് അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണം 7 ആണ്. ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ. ഇപ്പോൾ ശരിക്കും കിട്ടേണ്ടിയിരുന്ന മാസ് കിട്ടും. ഇതിനകത്ത് നിന്ന് നമ്മൾ ഇപ്പോഴുള്ള ന്യൂക്ലിയസിൻ്റെ മാസ് കുറയ്ക്കുക. അത് M0 ആണ് അല്ലേ? അപ്പോൾ ഇതെന്തായി? മാസ് ഡിഫക്റ്റ് ആയി. ഇൻറ്റു എന്തെടുക്കുക? C² എടുക്കുക. ഇൻറ്റു C² എടുക്കുക. ഇപ്പോൾ നമുക്ക് ആൻസർ വരും. ശരിയല്ലേ? ഇപ്പോൾ 5 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോണ് പ്ലസ് 7 ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോണ് മൈനസ് M0 ഇൻറ്റു C². സോ ദ കറക്റ്റ് ആൻസർ 45th ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരിക? 45th ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, 46ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ കപ്പാസിറ്റർ ഹാസ് എയർ ആസ് ഡൈലക്ട്രിക് മീഡിയം. അപ്പോൾ നിങ്ങൾക്കറിയാം കപ്പാസിറ്ററിൻ്റെ അകത്ത് എയർ ഇരിക്കുന്ന സമയത്ത്, അതായത് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ C ഈസ് ഈക്വൽ ടു ε0 A/d. ഇതാണ് നമ്മുടെ ജനറലി കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല എടുക്കുക അല്ലേ? ഇനി ഒരു ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ആണെങ്കിൽ, അതിനകത്തേക്ക് ഒരു ഡൈലക്ട്രിക് ഫുള്ളി ഫില്ല് ചെയ്യുവാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ε0 A/d ഇൻറ്റു K എന്ന് പറയുന്ന ആരാണ്? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പം ആദ്യം എയർ ഫിൽഡ് ആണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല ε0 A/d ആണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ എന്ത് ഫിൽ ചെയ്തു? ഒരു ഡൈലക്ട്രിക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ഫോർമുല ε0 A ഇൻറ്റു K/d എന്നാണ്. ഇനി ഒരു ഡൈലക്ട്രിക് പാർഷ്യലായിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല എങ്ങനെ എഴുതുക? ε0 A/d മൈനസ് T ഇൻറ്റു 1 - 1/k. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയാം. ഓക്കെ, ഇതല്ലേ നമ്മുടെ ബേസിക് ഫോർമുല ε0. നമുക്ക് ശരിയാണെന്ന് ചുമ്മാ ചെക്ക് ചെയ്താൽ മതി അല്ലേ? എങ്ങനെ ചെക്ക് ചെയ്താൽ മതി? ഈ T എന്ന് പറയുന്നത് അതിനകത്ത് വെച്ചിരിക്കുന്ന ഡൈലക്ട്രിക്കിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം T = D എന്ന് വരും. T = D എന്ന് വരും. അപ്പോൾ ഈ ഫോർമുലയ്ക്ക് അത് വേണമെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ε0 ഇൻറ്റു A/d മൈനസ് T പ്ലസ് T/K എന്നല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ D, ഇവിടെ D വരുവാണെങ്കിൽ ഡിയും ഡിയുടെ ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ D/K. അപ്പോൾ K മോളി വരും. സെയിം റിലേഷൻ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, പാർഷ്യലി ഫില്ല് ചെയ്യുവാണെങ്കിൽ ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ പാർഷ്യലി ഫില്ല് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ് ശരിക്കും വരിക. പാർഷ്യലി ഫില്ല് ചെയ്യുവാണെങ്കിൽ എക്സ്പ്രഷൻ ഇതാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ε0 A/d ആ ഒരു D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് T ഇൻറ്റു 1 - 1/k കുറച്ചു എന്ന് പറഞ്ഞതിന് തുല്യമാണ്. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് D ആയിരുന്നു. ആ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് T ഇൻറ്റു 1 - 1/k ഡിക്രീസ് ചെയ്തു എന്ന് പറയുന്നതിന് തുല്യമാണ്. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ കരുതിയാൽ മതി. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഡൈലക്ട്രിക്ക് പാർഷ്യലി ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ ഡിസ്റ്റൻസ് D ഈസ് ഡിക്രീസ്ഡ് ബൈ T ഇൻറ്റു 1 - 1/k. അത് T എന്ന് പറയുന്നത് എന്താണ്? T എന്ന് പറയുന്നത് അവിടുത്തെ തിക്നെസ് ആണ്. T എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച ഡൈലക്ട്രിക്കിൻ്റെ തിക്നെസ് ആണ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വായിക്കാം. Capacitor has air as dielectric medium and 2 conducting plates of area
നമ്മുടെ കണ്ടക്റ്റിംഗ് പ്ലേറ്റുകളുടെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ദേ ആർ 0.8 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അപ്പോൾ ഇനീഷ്യലി പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.6 സെൻറ്റിമീറ്റർ ആണ്, അപ്പാർട്ടാണ്. തിക്നെസ് ഈസ് ആൻഡ് when a slab of dielectric having area 12 centimeter square and 0.6 centimeter thickness is inserted between. അപ്പോൾ നമ്മൾ ഫുള്ളി ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, one of the conducting plate has to be moved by 0.2 centimeter to keep the capacitance same as in previous case. എന്ന് പറയാൻ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡൈലക്ട്രിക് വെച്ചതിന് ശേഷം പഴയ അതേ കപ്പാസിറ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര കൂട്ടി? 0.2 കൂട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം, അതിനകത്തേക്ക് ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റൻസ് കൂടും. ആ കപ്പാസിറ്റൻസിനുണ്ടായ ഇൻക്രീസ് കളയാൻ വേണ്ടി നമ്മൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കൂട്ടി. ഡിസ്റ്റൻസ് എത്ര കൂട്ടി? 0.2 കൂട്ടി. ഡിസ്റ്റൻസ് 0.2 കൂട്ടി പഴയ കപ്പാസിറ്റൻസിലേക്ക് എത്താനായിട്ട് സാധിച്ചു എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്തപ്പം ആക്ച്വലി എന്താ സംഭവിച്ചത്? ഡിസ്റ്റൻസ് ഇത്രയും കുറച്ചു എന്ന് പറഞ്ഞാൽ തുല്യമായിരുന്നു അല്ലേ? ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്തപ്പം നമുക്ക് ആക്ച്വലി എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഇത്രയും കുറച്ചു എന്ന് പറഞ്ഞാൽ തുല്യമായിരുന്നു. അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടിയ ദൂരം എത്രയാണ്? 0.2 ആണ് അല്ലേ? നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിസ്റ്റൻസ് ഇത്രയും കുറച്ചു എന്ന് പറഞ്ഞാൽ തുല്യമാണ്. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ 0.2 സെൻറ്റിമീറ്റർ കൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കുറച്ച ദൂരമാണ് ആ കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും സിംപിളി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് T × 1 - 1/k എന്ന് പറയുന്നത് 0.2 ആണ് എന്ന് തന്നിട്ടുണ്ട്. T എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡൈലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ് ആണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഡൈലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ് 0.6 അല്ലേ? അപ്പോൾ 0.6 × 1 - 1/k = 0.2 എന്ന് വരും. ഓക്കെ അല്ലേ? നമുക്ക് ഇവിടുന്ന് ഇവനെയും കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ? ക്യാൻസൽ ചെയ്യാൻ പാടില്ലേ? അല്ല, അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണേൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 1 - 1/k is equal to 0.2 divided by 0.6 എന്ന് വരും അല്ലേ? 2/6 എന്ന് വരും. ദാറ്റ് ഈസ് 1/3 എന്ന് വരും. സോ 1/k എന്ന് പറഞ്ഞാൽ 1 - 1/3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് k എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക. k എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക. 3/2 എന്ന് വരും. ദാറ്റ് ഈസ് 1.5 എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പുകൾ കുറച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഐഡിയ ആണ്. നമ്മൾ ഈ ഡൈലക്ട്രിക് സ്ലാബ് പാർഷ്യലി ഫിൽ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് T × 1 - 1/k കുറച്ചു എന്ന് പറഞ്ഞാൽ തുല്യമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഡിസ്റ്റൻസ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടി. എത്ര കൂട്ടി? 0.2 കൂട്ടി. അപ്പോൾ ആ 0.2ൻ്റെ മീനിങ് എന്താ? നമ്മളിവിടെ കുറച്ച് ദൂരം തന്നെയാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്, എങ്കിലേ പഴയ കപ്പാസിറ്റൻസിലേക്ക് വരുള്ളൂ. അപ്പോൾ T × 1 - 1/k എന്ന് പറയുന്നത് 0.2 ആണ്. T എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വെച്ചേക്കുന്ന ഡൈലക്ട്രിക്കിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ അല്ലേ? 46th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ക്ലിയർ ആണ് എന്ന് കരുതുവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 47th ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ഹൈപ്പോത്തറ്റിക്കൽ ഫിഷൻ, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഫിഷൻ ആണ്. എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയർ അറ്റോമിക് നമ്പർ 92 ആണ്, മാസ് നമ്പർ 236 ആണ്. ഫിഷന് വിധേയമായി വൈ എന്ന് പറയുന്നൊരു ന്യൂക്ലിയർ മാസ് നമ്പർ 141 അറ്റോമിക് നമ്പർ 56 ആണ്. പിന്നെ കൂടെ ഒരു ഇസഡ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ഉണ്ട്, മാസ് നമ്പർ 92 ആണ്, അറ്റോമിക് നമ്പർ 36 ആണ്. പിന്നെ കൂടെ ഒരു 3 × R എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടായിട്ടുണ്ട്. ഐഡൻറ്റിഫൈ അത് എമിറ്റഡ് പാർട്ടിക്കിൾസ് ആർ എന്ന് പറയുന്നത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോട്ടോൺ ആവാം, ന്യൂട്രോൺ ആവാം, ഇലക്ട്രോൺ ആവാം, ഗാമ റേഡിയേഷൻസ് ആവാം, ആര് വേണേലാവാം, ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് പരിപാടി. ഏറ്റവും പെട്ടെന്ന് നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അറ്റോമിക് നമ്പർ 92 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്പർ സെയിം ആയിരിക്കണം. 56ഉം 36ഉം കൂടി 56ഉം 36ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 92 തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രോട്ടോണിൻ്റെ എണ്ണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം തന്നെയാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം തന്നെയാണ്. ഓക്കെ, നമുക്ക് ന്യൂട്രോണിലേക്ക് വരാം. ന്യൂട്രോൺ ആണെങ്കിൽ 141 + 92 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 233 എന്ന് വരും അല്ലേ? 233 പ്രോട്ടോണിൻ്റെ എണ്ണം വരുന്നുള്ളൂ. പ്രോട്ടോൺ അല്ല, ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും കൂടെ ടോട്ടൽ എണ്ണം, അതായത് മാസ് നമ്പർ 233 വരുന്നുള്ളൂ. മാസ് നമ്പർ 233 വരുന്നുള്ളൂ. അപ്പോൾ എന്താ, മാസ് നമ്പർ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ 3 പേരൂടെ വേണം. അതായത് എന്താ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ഇല്ലാത്തതും എന്നാൽ മാസ് നമ്പർ ഉള്ളതുമായ 3 പേര് വന്നാൽ മതി. അപ്പോൾ മാസ് നമ്പർ കറക്റ്റ് ചെയ്യാൻ പറ്റും. അറ്റോമിക് നമ്പർ ഇല്ലാത്തതും മാസ് നമ്പർ ഉള്ളതുമായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ അല്ലേ?
3 ന്യൂട്രോൺ വന്നു കഴിഞ്ഞാൽ മതി. 3 ന്യൂട്രോൺ വന്നു കഴിഞ്ഞാൽ മാസ് നമ്പർ സെയിം ആയിക്കോളും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ന്യൂട്രോൺ ആണ്. ഒരിക്കലും പ്രോട്ടോൺ വരാൻ പാടില്ല. അപ്പോൾ ഇലക്ട്രോൺ വന്നിട്ട് കാര്യമില്ല, മാസ് നമ്പർ വേണം. ഓക്കെ, ഇവനും വന്നിട്ട് കാര്യമില്ല, മാസ് നമ്പർ വേണം. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നത് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രോട്ടോൺ വരേണ്ട ആവശ്യമില്ല, കാരണം പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അറ്റോമിക് നമ്പർ ഇല്ലാത്തതും മാസ് നമ്പർ ഉള്ളതുമായ 3 പേര് വേണം. അതായത് ന്യൂട്രോൺ ആണ് വരിക. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ക്യൂബ് ഓഫ് ഐസ് ഫ്ലോട്ട്സ് പാർഷ്യലി ഇൻ വാട്ടർ ആൻഡ് പാർഷ്യലി ഇൻ കറോസിൻ. മുകളിലോട്ടുള്ള സെക്ഷൻ കറോസിനും താഴത്തേക്കുള്ള സെഗ്മെൻറ്റ് വാട്ടറുമാണ്. ഇപ്പോൾ വാട്ടറിനകത്തുള്ള വോളിയം ഞാൻ V1 എന്നെടുക്കുവാണ്, കറോസിനകത്തുള്ള വോളിയം V2 എന്നും എടുക്കുവാണ്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കറോസിൻ ഈസ്, കറോസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെ എഴുതുന്നു അറിയാലോ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലേ? ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അപ്പം വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മൾ 1 ആണല്ലോ എടുക്കുക. 1 gram per centimeter ക്യൂബ് എടുക്കാം. 1 gram per centimeter ക്യൂബ്. കാരണം ഇവിടെ എന്താ യൂണിറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ദ റേഷ്യോ ഓഫ് വോളിയം ആണ് അല്ലേ? റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ യൂണിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, റേഷ്യോ. അപ്പം ഞാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 എടുക്കുവാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 1 gram per centimeter ക്യൂബ്. അങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ബോഡി എന്ന് പറയുന്നതിനോട് തുല്യമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് അല്ലേ സ്പെസിഫിക് ഇത് 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും ഒന്ന് തന്നെ വരും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് കറോസിൻ എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് കറോസിൻ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 0.8 എന്ന് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയായിട്ട്? വാട്ടർ അല്ല, ഡെൻസിറ്റി ഓഫ് ഐസ് അല്ലേ? ഡെൻസിറ്റി ഓഫ് ഐസ്, വാട്ടർ അല്ല, ഡെൻസിറ്റി ഓഫ് ഐസ്. ഡെൻസിറ്റി ഓഫ് ഐസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.9 എന്നെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കെറോസിൻ്റെ ഡെൻസിറ്റി 0.8ഉം ഐസിൻ്റെ ഡെൻസിറ്റി 0.9ഉമാണ്. അതുകൊണ്ടാണ് ഐസ് ഇടയ്ക്ക് നിൽക്കുന്നത്. കെറോസിനാണ് ഏറ്റവും ഡെൻസിറ്റി കുറവ്, ഐസ്, പിന്നെ വാട്ടർ വരുമ്പോൾ 1 ആയി അല്ലേ? അപ്പം ഏറ്റവും ഡെൻസിറ്റി കൂടിയ ആളായ വാട്ടർ ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ V1ൻ്റെയും V2ൻ്റെയും റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഐസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, അതായത് V1 ടു ദാറ്റ് ഓഫ് V2, അതായത് V1 by V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ? V1 by V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രമിച്ച് നോക്കാം. ഒരു കാര്യം ഓർത്താൽ മതി, ഈ ഐസ് ക്യൂബിൻ്റെ വോളിയം അല്ല, വെയിറ്റ് ഇപ്പോൾ 2 പേരുടെയാണ് ബാലൻസ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ഓഫ് ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 പേരുടെ കൊടുക്കുന്ന ബോയൻ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? ഓക്കെ, 2 പേരുടെ കൊടുക്കുന്ന ബോയൻ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ ആൾ കൊടുക്കുന്ന ബോയൻ ഫോഴ്സ് FB1 എന്നെടുക്കുവാണ്, രണ്ടാമത്തെ ആളത് FB2 എന്നെടുക്കുവാണ് അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവൻ്റെ മൊത്തം വോളിയം V1 + V2 എന്നെടുക്കാം. മൊത്തം വോളിയം V1 + V2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഐസ് അല്ലേ? ഐസാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഐസ്. ഓക്കെ, അവൻ്റെ മൊത്തം വോളിയം ഇതാണ്, ഡെൻസിറ്റി ഓഫ് ഐസ് ഇൻറ്റു G. ഇതാണ് വെയിറ്റ് വരിക. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസായി, മാസ ഇൻറ്റു G വെയിറ്റായി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നിങ്ങൾക്കറിയാം ഈ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസിനോട് ഈക്വൽ ആണ് അല്ലേ? വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസിനോട് ഈക്വൽ ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, അതായത് വാട്ടറിനകത്തുള്ള വോളിയം V1 ആണ്, ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു G എടുക്കുക. ഓക്കെ, ഇനി കറോസിനകത്തുള്ള വോളിയം V2 ആണ്, ഇൻറ്റു കറോസിൻ്റെ ഡെൻസിറ്റി എടുക്കുക, ഇൻറ്റു G എടുക്കുക. അപ്പോൾ ഏതായാലും G ത്രൂ ഔട്ട് ക്യാൻസൽ ആയിപ്പോയി കേട്ടോ. G ത്രൂ ഔട്ട് ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് വോളിയത്തിൻ്റെ റേഷ്യോ വേണ്ടത്. അപ്പോൾ V1 + V2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഐസ് എന്ന് പറയുന്നത് 0.9 ആയിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ V1 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 വരും, പ്ലസ് ഇവിടെ വരുമ്പം V2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കറോസിൻ 0.8 വരും അല്ലേ? ഓക്കെ, അപ്പോൾ V1 ഇൻറ്റു 0.9 പ്ലസ് V2 ഇൻറ്റു 0.9 ഈസ് ഈക്വൽ ടു V1 + V2 ഇൻറ്റു 0.8 എന്ന് വരും. ഓക്കെ, നമുക്ക് ഒരു വശത്തേക്ക് V1 ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ. ഒരു വശത്തേക്ക് V1 ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതുപോലെ അവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക? V2 ഇൻറ്റു 0.1 എന്ന് വരും. V2 ഇൻറ്റു 0.1 ഈസ് ഈക്വൽ ടു സെയിം V1 ഇൻറ്റു 0.1 എന്ന് വരും. സോ V1 ഈസ് ഈക്വൽ ടു V2 എന്ന് വരും. അപ്പോൾ റേഷ്യോ എത്ര വരും? 1:1 എന്ന് വരും. ഓക്കെ, റേഷ്യോ 1:1 എന്ന് വരും അല്ലേ? ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക അല്ലേ? 48ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, 49ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഈസ് ഗിവൺ ബൈ y ഈസ് ഈക്വൽ ടു 2 cos 2π ഇൻറ്റു 330t - x മീറ്റർ. അപ്പോൾ ഇത് നമ്മൾ വേവ്സിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ? y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു cos
2 pi into 330 into t minus 2 pi into x ഈ ഒരു ഫോമിലുള്ള ഇക്വേഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, 2 pi നമ്മൾ അകത്തേക്ക് കയറ്റി എഴുതി വെക്കണം. ഇത് ഏത് ഫോമിലാണെന്ന് ചോദിച്ചാൽ y is equal to a cos ഒമേഗ ടി മൈനസ് കെ എക്സ് ഈ ഫോമിലുള്ള ഇക്വേഷൻ ആണ് അല്ലേ. y is equal to a cos ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് ആരാ? ഒമേഗ എന്ന് പറയുന്നത് 2 pi into 330 ആണ് ഒമേഗ എന്ന് പറയുക. ഫ്രീക്വൻസി ഓഫ് ദി വേവ്, ഫ്രീക്വൻസി ഒമേഗ അല്ല എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 pi into എഫ് ആണ്. സോ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ബൈ 2 pi ആണ്. അപ്പോൾ ഒമേഗ എത്രയാണ്? 2 pi into 330 ആണ്. ഡിവൈഡ് ബൈ 2 pi എടുക്കുക. അപ്പോൾ ആര് ക്യാൻസൽ? 2 pi ക്യാൻസൽ ആയി പോയി. സോ ഫ്രീക്വൻസി എത്രയാണ് വരിക? 330 ഹെഡ്സ് എന്ന് വരും അല്ലേ. ഫ്രീക്വൻസി എത്രയാണ് വരിക? 330 ഹെഡ്സ് എന്ന് വരും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 വരും. 330 ഹെഡ്സ് ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 50ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 50ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. The mean free path of gas molecules is inversely proportional to square of the molecular diameter. ശരിയാ, കറക്റ്റാണ്. മീൻ ഫ്രീ പാത്ത് L is inversely proportional to diameter square നമ്മൾ പഠിക്കുന്ന ഫോർമുലയാണ് അല്ലേ, കറക്റ്റാണ്. അപ്പോൾ അസർഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ശരിയാണ്, ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതുപോലെ എന്താണ് RMS വെലോസിറ്റി ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി ആണ്. ശരിയാ, അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയാണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ബോത്ത് ആർ ട്രൂ. ആൻസർ ഓപ്ഷൻ 1 വരും അല്ലേ. 50ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. 51ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഓൾട്ടർനേറ്റിംഗ് EMF. ഓക്കെ, AC ആണ്. V is equal to V0 into sin omega t എന്നുള്ള ഫോമിലാണ്. അപ്ലൈ ടു എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 2 മൈക്രോഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 2 മൈക്രോഫാരഡ്. അപ്പോൾ 10⁻⁻⁶ ഫാരഡ്. ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഈസ്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. IRMS എന്ന് പറഞ്ഞാൽ എന്തെടുക്കുക? VRMS ഡിവൈഡ് ബൈ XC എടുത്താൽ മതി. ഇത് ആര് മാത്രമുള്ള സർക്യൂട്ടാണ്? കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂവാണ് XC എന്ന് പറയുക അല്ലേ. VRMS ബൈ XC എടുത്താൽ മതി. ഇനി VRMS എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ അതും അറിയാം. VRMS എന്ന് പറഞ്ഞാൽ VM ഡിവൈഡ് ബൈ √2 എടുത്താൽ മതി അല്ലേ. അപ്പോൾ നോക്കുക, VMൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? ഇത്രയും ടേമാണ് VM ആയിട്ട് വരിക. സോ VM എന്ന് പറഞ്ഞാൽ 110 into √2 ഡിവൈഡ് ബൈ √2. √2 ക്യാൻസൽ ആയല്ലോ. സോ VRMS എന്ന് പറയുന്നത് എത്രയാണ്? 110 എന്ന് വരും അല്ലേ. VRMS is equal to 110 എന്ന് വരും. ഇനി XC എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നോക്കിക്കേ. XC is equal to 1/ωc എന്ന് വരും അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് XC is equal to 1 ഒമേഗയുടെ സ്ഥാനത്ത് 100 ആണ് അല്ലേ. ഒമേഗയുടെ സ്ഥാനത്ത് 100 ശരിയല്ലേ, 100 ആണ്. ഇൻറ്റു സിയുടെ സ്ഥാനത്ത് എത്രയായിരുന്നു? സിയുടെ സ്ഥാനത്ത് 2 into 10⁻⁻⁶ ആണ്. അത് ഞാൻ മുകളിൽ കൊണ്ടുപോകണേ. അപ്പോൾ 10⁻⁶ മുകളിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 1/2 0.5 വരും. 0.5 into 10⁻⁴ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 10⁻³ എന്ന് എഴുതാം. 5 into 10⁻³ ഓം. ഇതാണ് XC വരിക. അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ IRMS is equal to VRMS എന്ന് പറഞ്ഞാൽ 110 ഡിവൈഡ് ബൈ 5 into 10⁻³ എന്ന് വരും. ഓക്കെ, ഓരോ 10 നമുക്ക് ക്യാൻസൽ കളയാം അല്ലേ. അപ്പോൾ എത്ര വരിക? 110 ഡിവൈഡഡ് ബൈ 5 into 10⁻³ ആണ് അല്ലേ. ഓക്കെ, ഓക്കെ, 110 ഡിവൈഡ് ബൈ 5 നമുക്ക് എടുക്കാം. 110 ഡിവൈഡ് ബൈ 5 എടുത്താൽ 22 അല്ലേ വരിക. ഓക്കെ, 22 into 5 ശരിയല്ലേ, 110 അല്ലേ വരിക. ഇവ രണ്ടുകൂടെ ക്യാൻസൽ ചെയ്താൽ 22 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 22 into 10⁻³ എന്ന് എഴുതാം. 22 മില്ലി ആംപിയർ എന്ന് വരും അല്ലേ. 22 മില്ലി ആംപിയർ എന്നാണ് ആൻസർ വരിക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആൻസറാണ്. എത്ര മില്ലി ആംപിയർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 22 മില്ലി ആംപിയർ എന്ന് പറയാം. 22 മില്ലി ആംപിയർ. ഓക്കെ, അങ്ങനെ 51ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. 52ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 0.2 കിലോഗ്രാം ഈസ് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇതേ ഓസിലേഷൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനായി. ഒബ്ജക്റ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 0.2 കിലോഗ്രാം ആണല്ലേ. മാസ് 0.2 കിലോഗ്രാം ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എക്സ് ആക്സിസ് വിത്ത് ഫ്രീക്വൻസി, അതായത് എഫ് എന്ന് പറയുന്നത് 25/π ഹെഡ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ പൊസിഷൻ, അതായത് എക്സിൻ്റെ വാല്യൂ 0.4 ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയുണ്ട്? 0.5 ഉണ്ട്.
അതുപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0.4 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റാണ്, അവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എനർജി കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ 0.9 ജൂൾ എന്ന് വരും. നിങ്ങൾക്ക് ടോട്ടൽ എനർജിയുടെ ഫോർമുല അറിയാലോ, ഹാഫ് കെ എ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ ആണ് 0.9 എന്ന് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെക്ക് പകരം എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.9 എന്ന് വരും. സോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0.9 ഡിവൈഡ് ബൈ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.9 ഡിവൈഡ് ബൈ മാസ് എത്രയാ? മാസ് നമ്മുടെ ഉണ്ടായിരുന്നില്ല, 0.2 എന്ന് വരും അല്ലേ. 0.2 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പം ഇത് എഫ് ഉണ്ട്, അപ്പോൾ ഒമേഗ എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ് എന്ന് എഴുതാം അല്ലേ. സോ 2π ഇൻറ്റു എഫ് എന്ന് പറയുമ്പം 25 ഡിവൈഡ് ബൈ പൈ എന്ന് വരും. പിന്നെ ഇവിടെ പോയിട്ട് 50 എന്നാണ് വരിക ഒമേഗ. അപ്പോൾ 50 ഇൻറ്റു 50 എന്ന് വരും അല്ലേ. 50 ഇൻറ്റു 50 എന്ന് വരും. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ എഴുതുവാണെങ്കിൽ ഇതിനെ 2 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 5 25 ഇൻറ്റു 100 എന്ന് ഞാൻ എഴുതുക. ശരിയാണോ? നമുക്ക് നോക്കാവേ. ഇവിടെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇവർ രണ്ടുകൂടെ ക്യാൻസലായി പോയി. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ ഒരു 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പം ഇത് 9 ഇൻറ്റു 4 36 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് വരും. 36 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 36 ഇൻറ്റു 10⁻⁻⁴ എന്ന് വരും. ഇതാണ് എ സ്ക്വയർ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുക. 36ൻ്റെ റൂട്ട് എടുത്താൽ 6 ഇൻറ്റു 10⁻⁻² എന്ന് വരും അല്ലേ. അപ്പോൾ അത്രയും എന്താണ് 6 ഇൻറ്റു 10⁻⁻² മീറ്റർ എന്നാണ് വരിക. സോ ആൻസർ എത്ര? 6 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. 6 സെൻറ്റിമീറ്റർ എന്ന് വരും. ആൻസർ സെൻറ്റിമീറ്റർ ആണ് ചോദ്യം. സോ കറക്റ്റ് ആൻസർ 6 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, 6 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 53. A small water droplets of radius 0.01 millimeter are formed in the upper atmosphere and falling with a terminal velocity of 10 cm/s. അപ്പോൾ നമുക്കൊരു സ്മോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.1 millimeter ആണ് ഇനീഷ്യലി ഉള്ള റേഡിയസ്. അപ്പോൾ അവനിങ്ങനെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്ത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിത്ത് ടെർമിനൽ വെലോസിറ്റി എത്രയാണ്? 10 cm/s ആണ് ടെർമിനൽ വെലോസിറ്റി. ഡ്യൂ ടു കണ്ടൻസേഷൻ അവർ വരുന്ന വഴിക്ക് കണ്ടൻസ് ചെയ്ത് 8 such droplets are coalesced and formed a large drop. ഇതുപോലത്തെ 8 ചെറിയ ഡ്രോപ്പുകൾ കൂടി ചേർന്ന് ഒരു വലിയ ഡ്രോപ്പായി മാറി. അങ്ങനെയാണ് വലിയ ഡ്രോപ്പിൻ്റെ ടെർമിനൽ വെലോസിറ്റി എത്രയാണ് എന്ന് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റോക്സ് ഫോർമുല അനുസരിച്ച് എല്ലാവർക്കും സ്റ്റോക്സ് ഫോർമുല അറിയാവുന്നതാണല്ലോ. ഈ ടെർമിനൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ശരിയല്ലേ? ടെർമിനൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ റേഡിയസ് കൂടുമ്പം അതിൻ്റെ സ്ക്വയർ എഫക്റ്റ് ആയിരിക്കും ആർക്ക് വരിക? ടെർമിനൽ വെലോസിറ്റിക്ക് വരിക. നമുക്ക് സിംപ്ലി ഒന്ന് ആലോചിച്ച് നോക്കാം പെട്ടെന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ റേഡിയസിനുണ്ടായ മാറ്റം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആയി. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഡെൻസിറ്റിയോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല. ബാക്കി ഡെൻസിറ്റിയും ഈറ്റയൊക്കെ അല്ലേ ഉള്ളൂ, അതൊന്നും മാറുന്നില്ല. അപ്പോൾ ആകെയുള്ളത് റേഡിയസ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം 8 ചെറിയ ഡ്രോപ്ലെറ്റുകളുടെ വോളിയവും പുതിയ വലിയ ഡ്രോപ്പിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ 8 ഇൻറ്റു ചെറിയ ഡ്രോപ്ലെറ്റ്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ എന്നെടുക്കുക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു വലിയ ഡ്രോപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πR³ എന്ന് പറയാം. അപ്പോൾ ഇതൊരു ചെറിയ ഡ്രോപ്പിൻ്റെ വോളിയം, അതുപോലത്തെ 8 പേര് കൂടി ചേർന്നു, ഇത് നെറ്റ് വോളിയം. ഇത് എന്തിനോട് ഈക്വലാണ്? വലിയ ഡ്രോപ്പിൻ്റെ വോളിയത്തിനോട് ഈക്വലാണ്. 4/3 π ക്യാൻസലായി പോയി. സോ 8r³ ഈസ് ഈക്വൽ ടു R³ എന്ന് പറയാം. സോ R ഈസ് ഈക്വൽ ടു 2r എന്ന് പറയാം അല്ലേ. R ഈസ് ഈക്വൽ ടു 2r. റേഡിയസിൻ്റെ 8 ടൈംസ് എന്ന് പറയാം. R ഈസ് ഈക്വൽ ടു 2r എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ റേഡിയസ് എത്രയായി? റേഡിയസ് 2 ടൈംസ് ആയി. റേഡിയസ് 2 ടൈംസ് ആയാൽ പുതിയ ടെർമിനൽ വെലോസിറ്റി 4 ടൈംസ് ആവണം, കാരണം സ്ക്വയർ എഫക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുക V2 / V1 എന്ന് പറയുന്നത് എന്താ എഴുതുക? V2 / V1 എന്ന് പറഞ്ഞാൽ R2 / R1 ഹോൾ സ്ക്വയർ എന്ന് വരും. R2 എന്ന് പറയുന്നത് എത്രയാ? 2r. R1 എത്ര? r ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് 4 എന്ന് വരും. സോ V2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു V1. V1 എത്രയായിരുന്നു? 10 അല്ലേ. സോ 40 cm/s എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ 40 എന്നാണ് വരിക അല്ലേ. 40 ആണ് ആൻസർ വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 54. Coercivity of a magnet is 5 × 10⁻³ Ampere/s.
കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മാഗ്നറ്റിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കേണ്ട അപ്ലൈഡ് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എച്ചിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ കൊയേഴ്സിവിറ്റി എന്ന് പറയാം. വാല്യൂ ഓഫ് എച്ച് അല്ലേ, ഡീമാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ട എച്ചിൻ്റെ വാല്യൂ ആണ് 5 × 10⁻³ ആംപിയർ പെർ മീറ്റർ എന്ന് പറയാം. ഇപ്പോൾ സാധാരണ നമ്മൾ സോളിനോയിഡിനകത്തൊക്കെ വെച്ചാണ് കൊടുക്കുക. ദ എമൗണ്ട് ഓഫ് കറണ്ട് റിക്വയർഡ് ടു പാസ് ഇൻ എ സോളിനോയിഡ് ഓഫ് ലെങ്ത്. സോളിനോയിഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്ര? 30 സെൻറ്റിമീറ്റർ ആണ്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് എന്ന് വെറുതെ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് 150 ആണ്. സോ ദാറ്റ് മാഗ്നറ്റ് ഗെറ്റ് ഡീമാഗ്നറ്റൈസ്ഡ് ദെൻ വെൻ ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് എത്രമാത്രം എമൗണ്ട് ഓഫ് കറണ്ട് സോളിനോയിഡിൽ കൂടി പാസ് ചെയ്യിപ്പിച്ചാൽ ആ സോളിനോയിഡിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റ് വെച്ചാൽ അത് ഡീമാഗ്നറ്റൈസ്ഡ് ആകും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എച്ചിൻ്റെ വാല്യൂ ഈ പറയുന്ന കൊയേഴ്സിവിറ്റിയോട് ഈക്വൽ ആകണമെങ്കിൽ എത്ര കറണ്ട് പാസ് ചെയ്യിക്കണം എന്ന് നോക്കിയാൽ മതി. ഈ എച്ചിൻ്റെ ഫോർമുല എന്നാന്ന് ഓർമ്മയുണ്ടോ? സോളിനോയിഡിൻ്റെ കേസിൽ എച്ചിൻ്റെ ഫോർമുല N × I ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ എന്താണ്, ശരിയല്ലേ? സോ H ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വരും. ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. സോ H × L ഡിവൈഡ് ബൈ N എന്നെടുക്കാം. H എത്ര? 5 × 10⁻³ L എത്രയാണെന്ന് നോക്കിക്കേ, 30 ആണ്. അപ്പം 30 × 10⁻² മീറ്റർ. നമ്പർ ഓഫ് ടേൺസ് 150 വരും. ദൈവമാർ എന്നോട് 150 ആയി. 150 കൂടെ ക്യാൻസലായി പോയി. ആൻസർ എത്ര? 10 ആംപിയർ എന്നാണ് വരിക. സോ കറക്റ്റ് ആൻസർ 10 ആംപിയർ എന്നാണ് വരിക. ഇനി നമുക്ക് 55ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 55ാമത്തെ ക്വസ്റ്റ്യൻ. എ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് ഈസ് കണക്റ്റഡ് വിത്ത് എ DC സോഴ്സ് ഓഫ് 20 വോൾട്ട്സ്. ഇവിടെ നമുക്കൊരു 20 വോൾട്ടിൻ്റെ DC സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഓഫ് ഗ്ലോ ഇൻ ദി വോൾട്ടേജ് 1.8 വോൾട്ട്സ്. അപ്പോൾ ഇതൊരു ലൈറ്റിംഗ് എമിറ്റിംഗ് ഡയോഡാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? LED ആണ് അല്ലേ? ഇതൊരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്, LED ആണ്. ഈ LED ഫോർവേഡ് ബയാസ് ചെയ്താലേ ഗ്ലോ ചെയ്യുള്ളൂ. ശരിയാണ്, LED ഫോർവേഡ് ബയാസ് ചെയ്താണ് വെച്ചേക്കുന്നത്. 1.8 വോൾട്ട് വന്നാലേ അത് ഗ്ലോ ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ഒരു സെനർ ഡയോഡ് ഉണ്ട്. സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 3.2 ആണ് അല്ലേ? അതായത് സെനറിനെ റിവേഴ്സ് ബയാസ് ചെയ്യണം. ശരിയാണെന്ന് നോക്കിയേ, സെനർ റിവേഴ്സ് ബയാസ്ഡും LED ഫോർവേഡ് ബയാസ്ഡും ആണ്. മാത്രമല്ല ഈ സെനർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന റിവേഴ്സ് വോൾട്ടേജ് എന്തിനേക്കാളും കൂടുതലായിരിക്കണം? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കണം. എങ്കിലേ ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയും നമ്മുടെ ബൾബല്ല LED ഗ്ലോ ചെയ്യുകയും ചെയ്യുള്ളൂ. നോക്കുക, ദ ലെങ്ത് എന്ന് പറഞ്ഞാൽ P മുതൽ R വരെ, PR മൊത്തം ലെങ്ത് ആണ്. PR ഓഫ് ദി റെസിസ്റ്റീവ് വയർ മൊത്തം ലെങ്ത് 20 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം ലെങ്ത് ഓഫ് PQ ടു ജസ്റ്റ് ഗ്ലോ ദി LED. അപ്പോൾ LED ഗ്ലോ ചെയ്യാനായിട്ട് ഇത്രയും സ്ഥലത്ത് നമ്മൾ വെക്കുക. PQ എന്ന് പറയുന്ന ഇത്രയും സ്ഥലം വെക്കുവാണ്. മിനിമം എത്ര ലെങ്ത് ഉണ്ടെങ്കിൽ ഈ LED ജസ്റ്റ് ഗ്ലോ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ LED ജസ്റ്റ് ഗ്ലോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കണം, LEDക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മിനിമം 1.8 വോൾട്ടേജ് ആയാലേ LED ഗ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ആ വോൾട്ടേജ് 1.8 ആയേ പറ്റുള്ളൂ മിനിമം. പിന്നെ ഇവൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് 3.2 വോൾട്ട് ആയെങ്കിൽ മാത്രമേ സെനർ എന്ത് ചെയ്യുള്ളൂ? സർക്യൂട്ട് ക്ലോസ് ആക്കുകയുള്ളൂ, കണ്ടക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് റിവേഴ്സ് ബയാസ് ചെയ്തേക്കുന്ന ഒരു ഡയോഡ് പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ PQ Qനും അക്രോസ് ഉള്ള വോൾട്ടേജ് 5 വോൾട്ട് വരണ്ടേ? മിനിമം വോൾട്ടേജ് അക്രോസ് PQ എന്ന് പറയുന്നത് എത്ര? 5 വോൾട്ട് എന്ന് പറയും അല്ലേ? അപ്പോൾ നോക്കുക, നമ്മൾ മൊത്തം PR-ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? 20 വോൾട്ടാണ് അല്ലേ? PR-ന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ടാണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് PR എന്ന് പറയുന്നതാണെങ്കിൽ 20 വോൾട്ടാണ്. ഓക്കെ, 20 വോൾട്ടാണ്. അപ്പോൾ ഇനി PR-ൻ്റെ ലെങ്ത് എത്രയാണ്? PR-ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം കണ്ടുപിടിച്ചാൽ മതി, യൂണിറ്റ് ലെങ്തിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം. വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്തിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 20 വോൾട്ടാണ് മൊത്തം ഉള്ളത്, ലെങ്ത് 20 ഓക്കെ, അപ്പോൾ എത്രയാണ്? 1 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 1 വോൾട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 വോൾട്ട് കിട്ടാൻ എത്ര സെൻറ്റിമീറ്റർ വേണം? 5 സെൻറ്റിമീറ്റർ വേണം. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? അതായത് P മുതൽ R വരെ മൊത്തം എത്രയുണ്ട്? 20 വോൾട്ട് ഉണ്ട്. മൊത്തം എത്ര ലെങ്ത് ഉണ്ട്? 20 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 വോൾട്ടാണ്. 1 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. നമുക്ക് ഈ PQം Qനും അക്രോസ് മിനിമം എത്ര വോൾട്ട് വേണം? 5 വോൾട്ട് വേണം. 1 സെൻറ്റിമീറ്ററിൽ 1 വോൾട്ട് ആണെങ്കിൽ 5 സെൻറ്റിമീറ്ററിലെ 5 വോൾട്ട് കിട്ടുള്ളൂ. അപ്പം മിനിമം ലെങ്ത് ഓഫ് PR എന്ന് പറയുന്നത്
മിനിമം ലെങ്ത് ഓഫ് പി ആർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പി ആർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിലും സംഭവം ശരിയാവുള്ളൂ അല്ലേ? യൂണിറ്റ് ലെങ്തിലുള്ള വോൾട്ടേജ് 1 വോൾട്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്ററിലാകുമ്പോൾ എത്ര വോൾട്ട്? 5 വോൾട്ട്. ഓക്കെ. അപ്പോൾ സോ എത്ര ലെങ്ത് വേണമെന്നായിരുന്നു ചോദ്യം? 5 സെൻറ്റിമീറ്റർ വേണം. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോഡി ഓഫ് മാസ് എം ത്രോൺ ഹൊറിസോണ്ടലി വിത്ത് എ വെലോസിറ്റി വി ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് എച്ച് ടച്ചസ് ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 100 മീറ്റർ ഫ്രം ദി ഫുട്ട് ഓഫ് ദി ടവർ. ഇപ്പോൾ ഒരു ടവർ, ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈലാണ് അല്ലേ? മോഷൻ ഇൻ എ പ്ലെയിൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ ബോഡി എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഹൊറിസോണ്ടലായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. ബോഡിയുടെ മാസ് എം എന്നൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ പോയി വീണു. റേഞ്ച് എത്രയാണെന്നാണ് ക്വസ്റ്റിനകത്ത് പറയുക? റേഞ്ച് 100 മീറ്റർ എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുക. അപ്പോൾ ഇനി എറിഞ്ഞേക്കുന്ന വെലോസിറ്റി യു എന്ന് പറയുന്നത് വി ആയിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ. ഇനി ബോഡി ഓഫ് മാസ് 2m, മാസ് നമ്മൾ ഡബിൾ ചെയ്തേ, ത്രോസ് അറ്റ് എ വെലോസിറ്റി v/2 ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ ഓഫ് ഹൈറ്റ് 4h. അപ്പം മാസ് നമ്മൾ 2m ആക്കി. മാസിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ. ഇനി ഇനീഷ്യൽ വെലോസിറ്റി v/2 ആക്കി, ഹൈറ്റ് നമ്മൾ 4h ആക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ റേഞ്ച് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ശരിക്കും ഈ ഒരു റേഞ്ചിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ u ഇൻറ്റു √2h/g. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഫോർമുല r ഈസ് ഈക്വൽ ടു u ഇൻറ്റു √2h/g. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയാം. ഇതിനകത്ത് മാസുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പോൾ പുതിയ റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? u എന്നുള്ളത് ഇത്തവണ പകുതിയായി മാറി. അപ്പോൾ u/2 ആയി മാറി. u/2 ഇൻറ്റു √2 ഇൻറ്റു h എന്നുള്ളത് എത്രയായി മാറി? 4h ആയി മാറി. ഡിവൈഡ് ബൈ g എന്ന് വരും. അപ്പോൾ ഈ 4ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 വരില്ലേ? അപ്പോൾ u/2 ഇൻറ്റു 2 ഇൻറ്റു √2h/g എന്നായില്ലേ? 2ൻ്റെ കൂടെ പോയില്ലേ? അപ്പോൾ u ഇൻറ്റു √2h/g എന്ന് പറയുന്നത് പഴയ 6 തന്നെയല്ലേ? അപ്പം എന്തിന് മാറ്റമില്ല? റേഞ്ചിന് മാറ്റമില്ല. റേഞ്ച് എത്ര തന്നെ? 100 മീറ്റർ തന്നെ. റേഞ്ച് എത്ര തന്നെ? 100 മീറ്റർ തന്നെ. അപ്പം വെലോസിറ്റി നമ്മൾ പകുതിയാക്കി, പക്ഷേ അതിനനുസരിച്ച് ഹൈറ്റ് 4 ടൈംസും ആക്കി. അപ്പോൾ അല്ലേ, ഹൈറ്റ് 4 ടൈംസും ആക്കി. അപ്പോൾ റേഞ്ച് പഴയ റേഞ്ചിൽ തന്നെ വന്നു. ഓക്കെ, ആൻസർ 100 മീറ്റർ തന്നെ വരും. 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഓക്കെ. ഇഫ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി, ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്, എലോങ് വൈ ആക്സിസ് ഈസ് 0. ഈ പോയിന്റിൽ വൈ ഡയറക്ഷനുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുക. വൈ ഡയറക്ഷനുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചാലോ. വൈ ഡയറക്ഷനുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക നോക്കാം. ഇതൊരു പോസിറ്റീവ് ചാർജാണ്, ഇതൊരു നെഗറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്കാണ് പോവുക. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് പോകും. അതിന് നമുക്ക് E2 എന്ന് വിളിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫിഗർ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ, സൈഡുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാവേ. അപ്പോൾ ഇവിടുത്തെ ചാർജ് എത്രയാണെന്ന് അറിയില്ല. നമ്മൾ പോസിറ്റീവാണ്, Q2 എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇപ്പുറത്തേക്കുള്ള ലെങ്ത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയുള്ള ചാർജ് നെഗറ്റീവ് ആണെന്നറിയാം, -Q3 എന്ന് വിളിക്കുന്നു. ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ എന്നറിയാം. ഈ സൈഡ് 3ഉം ഈ സൈഡ് 4ഉം ആണെങ്കിൽ ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ എന്നറിയാം. പിന്നെ ഇത് 2, ഇത് 4 ആണെങ്കിൽ ഇത് നമുക്ക് എത്ര വരും? √4ൻ്റെ 16 വരും, +4 √20 വരും. √20 സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡ് വരിക. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡും നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡും ഒന്ന് മാർക്ക് ചെയ്യാം. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്, ഞാൻ ഇതിനെ E2 എന്ന് മാർക്ക് ചെയ്യുകയാണ്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ്. അതേസമയത്ത് നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ടുവേഡ്സ് നെഗറ്റീവ് ചാർജാണ്. അതിനെ ഞാൻ E3 എന്ന് മാർക്ക് ചെയ്യുകയാണ്. നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് E3 എന്ന് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ E3 ഉണ്ട്, E2 ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഈ പോയിന്റിലെ നെറ്റ് ഫീൽഡ് ഏത് ഡയറക്ഷനിൽ വരാൻ പാടില്ല? വൈ ഡയറക്ഷനിൽ വരാൻ പാടില്ല. ഇതാണല്ലോ വൈ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് വൈ ഡയറക്ഷനും എക്സ് ഡയറക്ഷനും ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇത് വൈ ഡയറക്ഷന്, ഇത് എക്സ് ഡയറക്ഷൻ. വൈ ഡയറക്ഷനിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുഴുവനും എക്സ് ഡയറക്ഷനിലേക്കായി പോകണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ ആംഗിൾ ഞാൻ വെറുതെ θ1 എന്നെടുക്കുവാണെങ്കിൽ ഈ ആംഗിൾ എന്തായി? θ1 ആയി. ഈ ആംഗിൾ ഞാൻ വെറുതെ θ2 എന്നെടുക്കുവാണ് എന്ന് കരുതുക. ഓക്കെ, θ2 എന്നെടുത്തു. അപ്പോൾ നോക്കുക, നമ്മുടെ E2നെ നമുക്ക് എന്ത് ചെയ്യാം? E2നെ റിസോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ E2ൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും, E2ൻ്റെ ഒരു കമ്പോണൻറ്റ് മുകളിലേക്ക് വരും. ശരിയല്ലേ? മുകളിലേക്ക് വന്ന കമ്പോണൻറ്റ് ഏതാണെന്ന് പറഞ്ഞേ? മുകളിലേക്ക് വന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്നത് E2ൻ്റെ cos θ1 കമ്പോണൻറ്റ് അല്ലേ? അതുപോലെ ഈ പറയുന്ന
E3 ഇല്ലേ, E3യുടെ ഒരു കമ്പോണൻറ്റ് താഴത്തേക്ക് ഉണ്ടല്ലോ. E3യുടെ ഏത് കമ്പോണൻറ്റാണ് താഴത്തേക്ക് വന്നത് നോക്കിയേ. E3യുടെ താഴത്തേക്ക് വന്ന കമ്പോണൻറ്റ് ഇവനല്ലേ. അവനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? E3യുടെ cos θ2 എന്ന് വിളിക്കാം. E3യുടെ cos θ2 എന്ന് വിളിക്കാം. ശരിയല്ലേ? ഈ E2 cos θ1 E3യുടെ cos θ2 ക്യാൻസലായി പോയാൽ മാത്രമേ y ഡയറക്ഷനുള്ള നെറ്റ് ഫീൽഡ് 0 ആകുള്ളൂ. ശരിയല്ലേ? അപ്പോൾ y ഡയറക്ഷനുള്ള നെറ്റ് ഫീൽഡ് 0 ആണെങ്കിൽ നമുക്ക് പറയാം E2ൻ്റെ cos θ1 should be equal to E3യുടെ cos θ2 എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ. E2 cos θ1 E3 cos θ2 കൂടെ ക്യാൻസൽ ആയിപ്പോണം. E2 എന്ന് പറഞ്ഞാൽ ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡാണ്. ഫോർമുല നമുക്ക് എഴുതാം Q2. ഓക്കെ, അപ്പോൾ നമുക്ക് 1/4πε0 ഉണ്ടല്ലേ, നമുക്ക് K എന്ന് എഴുതാം. K ഇൻറ്റു Q2 ഡിവൈഡ് ബൈ R². K ഇൻറ്റു 1/4πε0 ഇൻറ്റു Q2 ഡിവൈഡ് ബൈ R². R² എന്ന് പറഞ്ഞാൽ 20യുടെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് 20 സ്ക്വയർ എന്ന് തന്നെ എടുക്കണം. 20 സ്ക്വയർ എന്ന് തന്നെ എടുക്കണം. ഓക്കെ, 20 സ്ക്വയർ എന്നെടുക്കുവാണ്. പിന്നെ ഇപ്രാവശ്യത്ത് എന്തുണ്ട്? cos θ1. cos θ1 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് 4 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് √20 എന്ന് വരും അല്ലേ, √20. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരും, നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കിയില്ലല്ലോ എന്നല്ലേ. ഈ വശത്ത് സെൻറ്റിമീറ്റർ കിടക്കട്ടെ, അപ്രാവശ്യത്ത് സെൻറ്റിമീറ്റർ കിടക്കട്ടെ. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം രണ്ടും സെൻറ്റിമീറ്ററിൻ്റെ പവറുകൾ ക്യാൻസലായി പൊക്കോളും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. രണ്ട് വശത്തും സെയിം തന്നെയാണല്ലോ, റേഷ്യോ എടുക്കുന്ന പോലെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ K ഇൻറ്റു K2 അല്ലോ Q2 ഡിവൈഡ് ബൈ R² എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. പിന്നെ cos θ1 എന്ന് പറയുമ്പോഴത്തേനും അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിസ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ K ഇൻറ്റു Q3 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ 25 എന്ന് വരും. cos θ2 മീൻസ് 4 ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, ഇവിടുന്ന് ആരെയൊക്കെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുക നോക്കിയേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുക Kയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ 4ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ആരെയും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? സോറി, ഇവിടെ ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. Q2 ഡിവൈഡ് ബൈ √20യുടെ സ്ക്വയർ. √20യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 വരിക അല്ലേ. √20യുടെ സ്ക്വയർ 20 ആണ് വരിക. അപ്പോൾ നമുക്ക് നേരെ Q2ൻ്റെയും Q3യുടെയും റേഷ്യോ എന്നാണ് ചോദിച്ചേക്കുന്നത്. Q2 ഡിവൈഡ് ബൈ Q3 അങ്ങനെയല്ലേ. Q2ൻ്റെയും Q3യുടെയും മാഗ്നിറ്റ്യൂഡുകളുടെ റേഷ്യോ, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ Q2 ബൈ Q3 ദാറ്റ് ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡ് ബൈ Q3 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു √20 അങ്ങോട്ട് പോയി, 20 ഇൻറ്റു √20 അങ്ങോട്ട് പോയി, 5 ഇൻറ്റു 25 ഇവിടെ നിൽക്കുക. അപ്പോൾ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇത് 4 വരും, ഇത് 5 വരും. ശരിയല്ലേ? ഓക്കെ, ഇനി 20യുടെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ അത്രയും വരിക. 20 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എന്താ 4ൻ്റെ റൂട്ട് 2 വരും. അപ്പോൾ ഇത് 8 ഇൻറ്റു √5 എന്ന് വരും. താഴെ 5 ഇൻറ്റു 5 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 5 ഇൻറ്റു √5 എന്ന് വരും. 8 ഡിവൈഡ് ബൈ 5 ഇൻറ്റു √5 എന്ന് വരും. ഓക്കെ, 8 ഡിവൈഡ് ബൈ 5 ഇൻറ്റു √5. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആരാന്നല്ലേ ചോദ്യം? എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടിയില്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 57. 57ൻ്റെ ആൻസർ നമുക്ക് വന്നത് 5 എന്നാണ് അല്ലേ. 57ൻ്റെ ആൻസർ വന്നത് 5 എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 58. A circular table is rotating with an angular velocity omega radian per second about its axis. ഇപ്പോൾ സർക്കുലർ ഷേപ്പിൽ നമ്മളൊരു ഡൈനിങ് ടേബിൾ ആണെന്ന് എഴുതിക്കോ. സർക്കുലർ ഷേപ്പിലുള്ളൊരു ടേബിൾ, അത് നമ്മൾ ആ സെൻറ്ററിന് എബൌട്ടായിട്ട് ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദർ ഇസ് എ സ്മൂത്ത് ഗ്രൂവ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടെ അല്ല, ഇങ്ങനെ ആ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ഗ്രൂവ്, ഒരു ചെറിയ വെട്ടിങ്ങനെ പോയിട്ടുണ്ട്. ഒരു ചെറിയ എന്താ പറയുക, ടണൽ പോലത്തെ ഒരു സിസ്റ്റം അങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, along the radial direction on the table. ആ ടേബിളിൻ്റെ റേഡിയസിൽ കൂടി പോകുന്നുണ്ട്. A steel ball is gently placed at a distance 1 meter on the groove. ഈ 1 meter മാറി ഗ്രൂവിൽ ഞാനൊരു സ്റ്റീൽ ബോൾ വെച്ചു. All the surfaces are smooth. അപ്പോൾ ഇവിടെ ഈ ബോൾ ടച്ച് ചെയ്യുന്ന സർഫസുകളൊക്കെ സ്മൂത്താണ്. If the radius of the table is 3 meter, ടേബിളിൻ്റെ റേഡിയസ് 3 meter ആണ്. Then the radial velocity of the ball with respect to the table. അതായത് ടേബിളിൽ നിന്നുകൊണ്ട് നോക്കുവാണെങ്കിൽ ബോളിൻ്റെ റേഡിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബോളിന് ഈ ഡയറക്ഷനുള്ള വെലോസിറ്റി, ബോളിൻ്റെ റേഡിയൽ വെലോസിറ്റി. തൽക്കാലം ഞാൻ വി എന്ന് മാർക്ക് ചെയ്യുവാണ്. മൊത്തം വെലോസിറ്റി അല്ല, വി എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയൽ വെലോസിറ്റി ഓഫ് ദി ബോൾ എന്നാണ്. വി എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയൽ വെലോസിറ്റി ഓഫ് ദി ബോൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയൽ വെലോസിറ്റി ഓഫ് ബോൾ വിത്ത് റെസ്പെക്ട് ടു ടേബിളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന റേഡിയൽ വെലോസിറ്റി. ഓക്കെ, എടുക്കുവാണ്. ലീവ്സ് ദി ടേബിൾ. എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ടേബിളിൽ നിന്നും ഇതിങ്ങനെ പുറത്തേക്ക് വന്ന് ഈ പോയിന്റിൽ വെച്ച് ലീവ് ചെയ്യില്ല ടേബിളിൽ നിന്ന്. ആ സമയത്തുള്ള
ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് x × √2 × ഒമേഗ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണ് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് x? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കാം. ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ടേബിളിൽ കയറി നിൽക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ടേബിൾ ഒരു ആക്സലറേറ്റിംഗ് ഫ്രെയിമായി. ടേബിളിൽ കയറി നിൽക്കുമ്പോൾ ടേബിൾ ആക്സലറേറ്റിംഗ് ഫ്രെയിമാണ്. കറങ്ങുമായതുകൊണ്ട് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട്. അപ്പം ആ ടേബിളിൽ ഇരിക്കുന്ന ബോളിനെ തീർച്ചയായിട്ടും ഒരു സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരും. ആ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് ശരിക്കും ഇത് പുറത്തേക്ക് പോവുക. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ? അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇവിടെ റേഡിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണല്ലേ റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിൽ വെലോസിറ്റി നൽകുന്നത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് നോക്കുക, റേഡിയൽ ഫോഴ്സിനെ നമുക്ക് മാസ് ഇൻറ്റു ആക്സലേഷൻ എന്ന് ഞാൻ എഴുതുവാണ് കേട്ടോ. മാസ് ഇൻറ്റു ആക്സലേഷൻ. ഓക്കെ, റേഡിയൽ ഫോഴ്സ് വേണമെങ്കിൽ FR എന്ന് എഴുതിക്കോ. FR ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ വാല്യൂ mr ω² എന്ന് പറയാം. mr ω². ഈ r മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും. mr ω². ഒമേഗ ഫിക്സഡ് ആണ്, ശരിയല്ലേ? ഓക്കെ, ഇവനെ ഞാൻ m × AR റേഡിയലായിട്ടുള്ള ആക്സലേഷൻ എന്ന് എഴുതുവാണ്. ദാറ്റ് ഈസ് m × r × ω² എന്ന് എഴുതാം. ഇപ്പോൾ ഏതായാലും m ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. AR എന്ന് പറഞ്ഞാൽ റേഡിയൽ ആക്സലേഷനാണ്. നമുക്ക് അതിനെ വെലോസിറ്റിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അതിനെ dVr/dt എന്നെടുക്കുവാണ്. ഓക്കെ, അപ്പം VR എന്ന് തന്നെ എഴുതിക്കോ. VR തെറ്റൊന്നും പറയണ്ട. dVr/dt ദാറ്റ് ഈസ് ഈക്വൽ ടു r ω² എന്ന് വരും, ശരിയല്ലേ? ഓക്കെ, ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ dVr/dx അല്ല dr ആ ഡയറക്ഷനിലുള്ള പോട്ടെ x എന്ന് എഴുതും. x എന്ന് വേണം എടുത്തേക്കാം. x എന്ന് എടുക്കുവാണ്. ഓക്കെ, ഇങ്ങോട്ടുള്ള വേരിയേഷൻ x എന്ന് എടുക്കുവാണ്. അപ്പം ഇൻറ്റു dx/dt എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പോൾ dx കൂടെ പോയിട്ട് സെയിം സാധനം തന്നെ വരും. r ω² എന്ന് വരും. ഓക്കെ, ഇനി നോക്കുക, ഈ dx/dt എന്ന് പറഞ്ഞത് ആ ഡയറക്ഷനുള്ള ഈ സംഭവം, ഈ ഡയറക്ഷനാണ് ഞാൻ x എന്ന് എടുത്തത്. ഈ ഡയറക്ഷനുള്ള വെലോസിറ്റി, അതായത് VR എന്ന് വിളിക്കാം. അപ്പോൾ v × dVr/dx ഈസ് ഈക്വൽ ടു r ω² എന്ന് വരും. ഓക്കെ, അപ്പോൾ v × dVr, അതായത് v മീൻസ് VR എന്ന് എഴുതിക്കും. റേഡിയൽ വെലോസിറ്റി VR × dVr ഇസ് ഈക്വൽ ടു r ω² × dx എന്ന് വരും. r ω² × dx. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ക്ലാരിറ്റി വരാൻ വേണ്ടി ഈ dx എന്നുള്ളതിന് വേണമെങ്കിൽ dr എന്നങ്ങ് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുമായിരിക്കും അല്ലേ എഴുതുമ്പം. അപ്പോൾ ഇത് dr. ഓക്കെ, r-നനുസരിച്ച് വരിക. അപ്പോൾ ഈ ദൂരം നമുക്ക് r എന്നങ്ങ് വിളിക്കുവാണെങ്കിൽ പറയുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഇത് r, എക്സിന് പകരം r എടുത്തു എന്ന് മാത്രം കരുതിയാൽ മതി. എക്സിന് പകരം നമ്മൾ r എടുത്തു എന്ന് മാത്രം കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ പറയാനായിട്ട് എളുപ്പമുണ്ടാവും. എക്സിന് പകരം r എടുത്തു എന്ന് കരുതുക. അപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ എഴുതുമ്പോഴേ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇരിക്കും. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ആദ്യം ഈ പോയിന്റിൽ വെക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്. ലീവ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് വേണ്ടത്. ഈ പോയിന്റിൽ വെക്കുമ്പോൾ r-ൻ്റെ വാല്യൂ 1 ആണ്. ഫൈനലി വരുമ്പം r-ൻ്റെ വാല്യൂ 3 ആണ്. അപ്പം VR-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ VR²/2 എന്ന് വരും അല്ലേ. ലിമിറ്റ് 0 to v വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ω² കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി r²/2 എന്ന് വരും. ലിമിറ്റ് എത്ര? 1 to 3 എന്ന് വരും, ശരിയല്ലേ? ലിമിറ്റ് 1 to 3 എന്ന് വരും. അങ്ങനെ 2ഉം 2യുടെ രണ്ട് സൈഡിൽ നിന്നും പോയേ. പിന്നെ ഇത് VR² അല്ലെങ്കിൽ v² എന്ന് മാത്രമായി മാറും. ഓക്കെ, ഫൈനൽ വെലോസിറ്റി നമുക്ക് v എന്ന് എഴുതുകയാണെങ്കിൽ v² എന്നായി. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിപ്പോയി, വിച്ച് ഈസ് ഈക്വൽ ടു ω² × r-നെ നമുക്ക് ആദ്യം 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 9 വരും, പിന്നെ 1 വരും അല്ലേ. ഓക്കെ, സോ v² ഈസ് ഈക്വൽ ടു ω² × 8 എന്ന് വരും. നമുക്ക് റൂട്ട് എടുക്കണ്ടേ? 2√2 എന്ന് വരും അല്ലേ. സോ v ഈസ് ഈക്വൽ ടു 2√2 × ω എന്നാണ് വരിക. v ഈസ് ഈക്വൽ ടു 2√2 × ω. ഇതാണ് ശരിക്കും ആ ടേബിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തെ റേഡിയലി അവൻ്റെ ഉള്ള വെലോസിറ്റി എന്ന് പറയാം. 2√2 × ω. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ് വന്നേക്കുന്നത്? x ഈസ് ഈക്വൽ ടു 2 എന്നാണ് വരിക അല്ലേ. x ഈസ് ഈക്വൽ ടു 2 എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 58 ആയിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 58ൻ്റെ ആൻസർ വന്നേക്കുന്നത് 2 എന്നാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 59th ക്വസ്റ്റ്യൻ. 2 slits are 1 millimeter apart and screen is located 1 meter away from this slit. ഇപ്പോൾ 2 സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. സ്ലിറ്റുകൾ തമ്മിലുള്ള സ്ലിറ്റ് വിഡ്ത്ത് 1 millimeter എന്നാണ് നിൽക്കുന്നത്. പിന്നെ സ്ക്രീനിലേക്കുള്ള ദൂരം D എന്ന് പറയുന്നത് 1 meter ആണ്. ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് 500 നാനോമീറ്റർ, 5 × 10⁻⁻⁷ മീറ്റർ എന്ന് പറയാം.
Width of each slit is obtained 10 maxima of the double slit pattern within the central maximum of single slit pattern. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതേ വിഡ്ത്ത് ഓഫ് ഈച്ച് സ്ലിറ്റ്, സ്ലിറ്റിൻ്റെ വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, ഓക്കെ, സ്ലിറ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ സ്മോൾ ലെറ്റർ എന്ന് പറയില്ലേ, സ്ലിറ്റ് വിഡ്ത്ത്. ഓക്കെ, ഈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ഇതാണ്, സെൻട്രൽ മാക്സിമ ഓഫ് സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 10 മാക്സിമ ഓഫ് ഡബിൾ സ്ലിറ്റ് ആണ് എന്ന് പറയുക. അതായത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ മാക്സിമ ഓഫ് ദി സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുന്നത്, സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ, സെൻട്രൽ മാക്സിമം ഓഫ് ദി സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 10 ടൈംസ് ബീറ്റ എന്നാണ് തന്നിരിക്കുന്നത്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ എന്താണ് സ്ലിറ്റ് വിഡ്ത്തിൻ്റെ 10 ടൈംസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താ, 2 × d × ലാംഡ ഡിവൈഡ് ബൈ a അല്ലേ. ഇതാണ് സെൻട്രൽ മാക്സിമ ഓഫ് ദി സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ. 2d ലാംഡ ഡിവൈഡ് ബൈ a, ദാറ്റ് ഈസ് 10 ഇൻറ്റു നമ്മുടെ ബീറ്റയുടെ വാല്യൂ എത്രയാ, ലാംഡ ഇൻറ്റു d ബൈ d എന്ന് വരും അല്ലേ. അതായത് ലാംഡ ക്യാൻസലായി പോയി, സ്മോൾ ലെറ്റർ a ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലിറ്റ് വിഡ്ത്ത് സ്മോൾ ലെറ്റർ a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡിയുടെ ക്യാൻസലായി പോയല്ലോ, ഡിയുടെ ക്യാൻസലായി പോയി അല്ലേ. അപ്പം എ എന്ന് പറഞ്ഞാൽ എത്ര വരിക നോക്കി, എ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഈസ് ഈക്വൽ ടു എ അപ്പുറത്തേക്ക് പോയി, ഇവിടുന്ന് ഇവനെയും കൂടെ ക്യാൻസൽ ചെയ്ത് 5 ആക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു എത്ര വരിക, അല്ലെ 1/a എന്ന് എഴുതാം. 1/a ഈസ് ഈക്വൽ ടു 5/d എന്ന് വരും അല്ലേ. 1/a ഈസ് ഈക്വൽ ടു ശരിയാണോ, 5/d എന്ന് വരും. സോ എ ഈസ് ഈക്വൽ ടു d/5 എന്ന് വരും അല്ലേ, d/5 എന്ന് വരും. എ ഈസ് ഈക്വൽ ടു d/5, റെസിപ്രോക്കൽ എടുത്തു. എ ഈസ് ഈക്വൽ ടു d/5 എന്ന് വരും. ഡിയുടെ വാല്യൂ എത്രയായിരുന്നു, 1 മില്ലിമീറ്റർ ആണ് അല്ലേ. 1 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, നമുക്കതിനെ 10 × 10⁻⁻4 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതി കൂടെ. ഓക്കെ അല്ലേ. അപ്പോൾ അത് 2 × 10⁻⁻4 എന്ന് എഴുതാം അല്ലേ. 2 × 10⁻⁻4 മീറ്റർ ആക്കി അല്ലേ. 10⁻³ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതാണോ, ഇവനെ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു, 10⁻³ എന്ന് എഴുതായിരുന്നു. 10 × 10⁻⁻4 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതി. ദാറ്റ് ഈസ് 2 × 10⁻⁻4 മീറ്റർ എന്ന് എഴുതാം. സോ ആൻസർ എത്ര വരിക, 2 എന്ന് വരും അല്ലേ. 2 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ഹീറ്റർ ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് വിത്ത് എ പവർ ഓഫ് 1000 വാട്ട്. അപ്പോൾ ഒരു ഹീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹീറ്റർ വർക്ക് ചെയ്യുന്നത് 1000 വാട്ട് പവറിലാണ്. എത്രയാണ് വോൾട്ട് കൊടുക്കുക, 100 വോൾട്ട് ലൈനിൽ നിന്നാണ് എടുക്കുക. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm. ഇവനെ നമുക്ക് 10 ohm റെസിസ്റ്റൻസുമായിട്ടും അതുപോലെ തന്നെ ഒരു R റെസിസ്റ്റൻസുമായിട്ട് കോമ്പിനേഷനാണ് വെച്ചേക്കുന്നത്. ഇതാണ് ഹീറ്റർ. ഹീറ്ററിൻ്റെ പവർ 1000, അതുപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന വോൾട്ടേജ് 100 വോൾട്ടുമാണ്. ഇവനെ നമുക്കിവിടെ ഒരു റെസിസ്റ്ററുമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്ററുമായിട്ടുമാണ് കണക്ട് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, ഫോർ ദി ഹീറ്റർ ടു ഓപ്പറേറ്റ് അറ്റ് 62.5 വാട്ട് ദെൻ ദ വാല്യൂ ഓഫ് R ഷുഡ് ബി. നമ്മൾ ഈ ഹീറ്ററിനെ 62.5 വാട്ടാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ കണക്ട് ചെയ്യേണ്ട R എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ചാലോ. ഹീറ്ററിൻ്റെ പവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഹീറ്ററിൻ്റെ പവർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, പവർ ഓഫ് ഹീറ്റർ എന്ന് പറയുന്നത് V²/R ആണ്. ശരിയല്ലേ, ഇതാണ് ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, V² എന്ന് പറഞ്ഞാൽ 100 × 100 അല്ലേ, 100 അല്ലേ. ഓക്കെ, ഡിവൈഡ് ബൈ പവർ എത്രയാണ്, 1000 വരും അല്ലേ. ഓക്കെ, 1000 വരും. അപ്പോൾ നോക്കുക എത്ര വരും, ഹീറ്ററിന് സ്വന്തമായിട്ടുള്ള റെസിസ്റ്റൻസ് 10 ohm എന്ന് കിട്ടി. അപ്പോൾ ഈ ഹീറ്ററിന് 10 ohm റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കിട്ടി അല്ലേ. ഹീറ്ററിന് 10 ohm റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കിട്ടി. ഹീറ്ററിൻ്റെ പവർ 62.5 വാട്ടാക്കി മാറ്റുവാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, പവർ 62.5 ആക്കി മാറ്റുവാണെങ്കിൽ എന്തായിരിക്കണം, ഈ കണക്ട് ചെയ്യുന്ന ആർന്ന. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഹീറ്ററിൻ്റെ പവർ പിന്നെ നമ്മൾ മാറ്റി 62.5 ആക്കി മാറ്റുവാം. ഈ പവർ എന്ന് പറഞ്ഞാൽ I² × R എന്നെടുക്കാമല്ലോ. ദാറ്റ് ഈസ് 62.5 എന്നെടുക്കാമല്ലോ. ഇത് ഹീറ്ററിൽ കൂടെയുള്ള കറണ്ട് IR എന്നെടുക്കുവാണ്, IH എന്നെടുക്കുവാണ്. ഇത് ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RH എന്നെടുക്കുവാണ്. സോ ഇതിനകത്ത് നിന്ന് IH എന്ന് പറയുന്നത് √62.5 ഡിവൈഡ് ബൈ RH എന്നെടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √62.5 ഡിവൈഡ് ബൈ RH എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 10 ആണ് അല്ലേ. RH എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ
625 ഡിവൈഡ് ബൈ 100 എന്നെടുക്കുന്നതിന് തെറ്റില്ലല്ലോ. 625 ബൈ 100 എന്നെടുക്കാം. 625ൻ്റെ റൂട്ട് എടുത്താൽ 25 ഡിവൈഡ് ബൈ 10 എന്ന് പറയാം. സോ കറണ്ട് IH എന്ന് പറയുന്നത് എത്ര? 2.5 ആംപിയർ എന്നെഴുതാം. അതായത് ഹീറ്ററിൻ്റെ പവർ 62.5 ആക്കുവാണെങ്കിൽ ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഹീറ്ററിൽ കൂടെ വരേണ്ട കറണ്ട് നമുക്ക് കിട്ടി 2.5 ആംപിയർ കറണ്ടേ അതിലേക്ക് വരാവുള്ളൂ. 2.5 ആംപിയർ കറണ്ടേ അതിലേക്ക് വരാവുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ആരെ അഡ്ജസ്റ്റ് ചെയ്യണം? ആറിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് വരേണ്ട കറണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങോട്ട് വരേണ്ട കറണ്ട് കിട്ടി. ഈ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ ഹീറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടില്ലേ? വോൾട്ടേജ് അക്രോസ് ഹീറ്റർ നോക്കുക. വോൾട്ടേജ് അക്രോസ് ഹീറ്റർ ദാറ്റ് ഈസ് VH എന്ന് പറഞ്ഞാൽ IH ഇൻറ്റു RH. ഹീറ്ററിൽ കൂടെയുള്ള കറണ്ട് എത്ര? 2.5. റെസിസ്റ്റൻസ് എത്ര? 10. അപ്പോൾ 25 വോൾട്ടാണ് ആ സമയത്ത് ഹീറ്ററിന് അക്രോസ് വരിക. ഹീറ്ററിൻ്റെ പവർ 62.5 ആക്കുവാണെങ്കിൽ ഹീറ്ററിന് അക്രോസ് എത്ര വോൾട്ടേജിൻ്റെ ആവശ്യമേ ഉള്ളൂ? ഇതിന് അക്രോസ് 25 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും എത്രയേ വരാവുള്ളൂ? 25 വോൾട്ടേ വരാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്തൂടെയുള്ള കറണ്ട് കൂടെ കിട്ടുവാണെങ്കിൽ പരിപാടി എളുപ്പമായിരുന്നല്ലേ. അപ്പോൾ അതിനുള്ള ഐഡിയ നമുക്ക് കിട്ടി. ഇവിടെയുള്ള വോൾട്ടേജ് 25 ആണ് എങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എത്ര വരൂടാ പിള്ളേരെ? 75 വരില്ലേ? കാരണം മൊത്തം 100 ആണല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് കിട്ടി ഈ 10 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടി അല്ലേ? 10 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടി. അപ്പോൾ ഇവിടെ കൂടെയുള്ള കറണ്ട് നെറ്റ് കറണ്ട് എന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം I ഇൻറ്റു 10 അല്ലേ? ഈ കറണ്ട് ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75 ആയിരിക്കും. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? 7.5 ആംപിയർ വരും. അപ്പോൾ ഇവിടെ കൂടെയുള്ള കറണ്ട് 7.5 ആംപിയർ ആണ്. ഇവിടെ എത്തിയപ്പോൾ ഹീറ്ററിനകത്തൂടെ എത്രയാണ് പോവുക? ഹീറ്ററിനകത്തൂടെ 2.5 പോകും. ബാക്കി എത്രയുണ്ട്? ബാക്കി 5 ആംപിയർ ഇങ്ങോട്ട് വരും അല്ലേ? റെസിസ്റ്ററിൽ കൂടെ വരും. അപ്പോൾ റെസിസ്റ്ററിൽ കൂടെ ഉള്ളത് 5 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 25 ആയിരിക്കും അല്ലേ? അപ്പോൾ വോൾട്ടേജ് അക്രോസ് R എന്ന് പറയുന്നത് 25 ആണെന്നറിയാം. ഇനി അതിൽ കൂടിയുള്ള കറണ്ട് എത്രയാണ്? 5. അപ്പോൾ 5 ഇൻറ്റു R എന്ന് പറയുന്നത് 25 വരണം. ശരിയല്ലേ? അപ്പം R എന്ന് പറയുന്നത് 25 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് 5 ഓം എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് എത്രയാണ്? ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 5 ഓം ആയാലാണ് ആൻസർ വരിക അല്ലേ? ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 5 ഓം ആണെങ്കിൽ ആണ് നമുക്ക് ഈ ഹീറ്ററിൻ്റെ പവർ എത്രയാക്കാൻ പറ്റുള്ളൂ? 62.5 ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ ഹീറ്ററിൻ്റെ പവറും അതുപോലെ വർക്ക് ചെയ്യുന്ന വോൾട്ടേജും തന്നു. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി പറയുക ഹീറ്ററിൻ്റെ പവർ നമുക്ക് എത്രയാക്കി മാറ്റണം? 62.5 മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഹീറ്ററിൻ്റെ പവർ അറിയാം, ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസും അറിയാം. അത് വെച്ച് ഹീറ്ററിൽ കൂടെ പോകേണ്ട കറണ്ട് ഞാൻ കണ്ടുപിടിച്ചു. ഹീറ്ററിൽ കൂടെ പോകേണ്ട കറണ്ട് 2.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഹീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് 2.5 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിന് ഹീറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടി. ഇപ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എടുത്തപ്പോൾ വോൾട്ടേജ് കിട്ടി. ബാക്കി 75 വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ട്, 75 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം കറണ്ട് കിട്ടി. അത് 7.5 വരും. അപ്പോൾ ഇങ്ങോട്ട് 2.5 ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് 2.5 കറണ്ട് പോകും. ഇവിടെ 7.5 വരും. പിന്നെ ഇങ്ങോട്ട് വരുന്നത് 5 ആയിരിക്കും അല്ലേ? അപ്പോൾ 5 ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാ? 25 ആയിരിക്കും. അതിനകത്ത് നമുക്ക് R എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും ഇത് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് കരുതുവാണ്. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.